വെയിറ്റിംഗ് ഫോർ ലോങ് ടൈം? കാത്തുകാതെ പറ്റില്ലല്ലോ, വരുന്നത് നമ്മുടെ അന്നദാതാവായി പോയില്ലേ. ഇവിടെ നമ്മൾ അധികം നേരം നിൽക്കണ്ട, ചുറ്റിനും ചാനൽ കണ്ണുകൾ കാണും. സ്റ്റീഫൻ, അല്പം കൂടുതലാ. ഇതെല്ലാം കൂടെ എവിടെ കൊണ്ട വെക്കും പി കെ സാറേ? വെറുതെ അല്ലല്ലോ, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാര്യം നടന്നു കിട്ടിയില്ലേ. അത് ശരിയാ. എന്തായാലും അതിനെനിക്ക് നന്ദിയുണ്ട് പി കെ സാറേ. മൂന്നാറിൽ എനിക്കുണ്ടായിരുന്ന മണ്ണ് മാന്തി തകർത്തതല്ലേ പഴയ സർക്കാർ. അതേ മൂന്നാറില് കുറച്ച് ഭൂമി അതിന്റെ ഒരു ആശയായിരുന്നു. കുറച്ച് ഭൂമിയോ? സർക്കാർ പോളിസി അനുസരിച്ച് 150 ഏക്കറാ നിങ്ങൾ അടിച്ചെടുത്തത്. എവനെങ്കിലും ചൂണ്ടിയാൽ അറിയാലോ, ആദ്യം അഴിയുണ്ടെന്നത് ഞാനായിരിക്കും. അപ്പൊ നമുക്ക് തലസ്ഥാനത്ത് വെച്ച് കാണാം. കാണണം. ചെല്ല. സ്റ്റീഫ, AV 2635 ബ്ലാക്ക് അംബാസഡർ കാർ. Kaş 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 Eşekengili pişer Kaş 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 Barışengili kuşal Kaş 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 Eşekengili pişer കാശുണ്ടെങ്കിൽ ശ്വാസം മുട്ടല് കോച്ചുകയില്ലട തമ്പാനെ കാശില്ലെങ്കിൽ ശ്വാസം മുട്ടല് കോച്ചു വലിക്കല് മച്ചാനെ കാശ് 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 Barışengili kuşalı kaş 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 Uppini kaş Upu തിന്നവൻ വെള്ളം കുടിച്ചാൽ വെള്ളത്തിനും കാശ് Barışengili kuşalı kaş 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 Eşekengili pişer kaş 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 Minnini kaş, പെണ്ണിന് കാശ് പൊന്നു വാങ്ങുവാൻ ചെല്ലും നമുക്ക് പൊള്ളും കനൽ കാശ് നേരിന് കാശ് ചോരന് കാശ് നേര് ചൊല്ലുവാൻ തെറ്റില്ലെന്നാൽ ജാമ്യമാണ് കാശ് 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 ഉള്ളി തിന്നിടും മഞ്ഞിനു കയ്യിൽ കള്ളനാണ് കാശ് നല്ല ചങ്കനാം ഡിങ്കനു വീട്ടിൽ തങ്കമാണ് കാശ് 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 Barışengili kuşalı kaş 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 Eşekengili pişer kaş 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 Barışengili kuşalı kaş 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 Eşekengili pişer kaş 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 kaş
കഴിഞ്ഞ കുറെ വർഷങ്ങളായി എല്ലാം മറക്കാൻ ശ്രമിച്ചു. ഒതുങ്ങി കഴിയുമ്പോഴും ഉള്ളിൽ അവനോടുള്ള പക എരിഞ്ഞ് കത്തുകയാടുന്നു. ഒരുപാട് കൊള്ളരുതായ്മകൾക്ക് കൂട്ടുനിന്നിട്ടുള്ളവനാണ് ഞാൻ. ഇത് അതിനുള്ള ശിക്ഷയായിട്ട് ആശ്വസിക്കാം. പക്ഷേ എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താനെങ്കിലും ജയശങ്കറിനോട് എനിക്ക് കാര്യങ്ങൾ PK വിചാരിച്ചപ്പോൾ എളുപ്പമാകണമെങ്കിൽ ഞാൻ പറഞ്ഞ വഴിയെ നടക്കും. അത് ആ സമരം ചെയ്യാം. ഈ ദൗത്യം വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റിയ ഒരാളെ ഈ നിമിഷം ഞാൻ ഏർപ്പാട് ചെയ്യാം. സമാധാനം. ഇത് കരുണൻ, ഞാൻ പറയാറുള്ള PK കരുണൻ, മിനിസ്റ്ററുടെ. അറിയാം, എല്ലാം വർഗീസച്ചായൻ പറഞ്ഞിട്ടുണ്ട്. അച്ചായ, ഞാനും കൂടി നിൽക്കാം. ഇയാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കൂ വർഗീസേ? അക്കാര്യത്തിൽ തനിക്ക് സംശയം വേണ്ട. പിന്നെ വേറെ 3 പിള്ളേർ കൂടി ശരത്തിനൊപ്പം കാണും. അവന്മാർ നാളെ ലാൻഡ് ചെയ്യും. പറ്റില്ല. നിങ്ങളായിട്ട് ഒരിടപാട് ഞാൻ ഇല്ല. നിർത്തി. എന്റെ പൊന്നു കുട്ടേട്ടാ, ഈ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ സഹായിക്കും. നിന്നെയൊക്കെ സഹായിക്കുന്ന പരിപാടി പണ്ടേ നിർത്തി. എടാ, സാമ്പത്തിക നില അല്പം മോശമായതുകൊണ്ടാണ് എന്റെ സ്വന്തം മോളുടെ കല്യാണം മുടക്കാൻ നിന്നെയൊക്കെ ഏൽപ്പിച്ചത്. 10,000 രൂപയും തന്നു. ചേട്ടൻ അത് മാത്രം പറയാം. ചേട്ടന്റെ മോളുടെ കല്യാണം മുടക്കുന്നതിന് മുമ്പ് ചേട്ടന്റെ മോള് വല്ലവടെയും കൂടെ ഒളിച്ചോടി പോയില്ലേ? അതിന് ഞങ്ങൾ എന്ത് ചെയ്തു? ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടണ്ടേ ചേട്ടാ? വേണ്ട ചേട്ടാ. എന്നാ ആ കാശ് തിരിച്ചു തരാനുള്ള സന്മനസ്സെങ്കിലും കാണിച്ചാ? അതൊക്കെ പോട്ടെ. നിന്റെ കത്തിൽ സുഖമില്ലാന്ന് കള്ളവും പറഞ്ഞുകൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി എന്റെ അടുത്ത് വന്ന് വണ്ടി വാങ്ങിച്ചോണ്ട് പോയ നിങ്ങളൊക്കെ എന്താണ് കാട്ടിയത്? ഞാൻ പോലും അറിയാതെ എന്റെ വണ്ടിയുടെ RC ബുക്ക് എടുത്ത് ഒറിജിനൽ വിലയിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി പണയം വെച്ച് കാശെടുത്തില്ല. അതിന്റെ പലിശ ഇപ്പോഴും ഞാൻ കൊടുത്തോണ്ടിരിക്കുക. എനിക്ക് ചേട്ടാ, നമുക്ക് ഒന്നങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. അല്ല ചേട്ടാ, നമുക്ക് കാര്യങ്ങളൊക്കെ ഈ കുട്ടേട്ടന്റെ കാര്യം ഇത് പിടി. ബാക്കി ഒരാഴ്ച ചാവിതാ കുട്ടേട്ടാ. സെറ്റപ്പാണല്ലേ? എന്റെ കൂടെ പഠിച്ചൊരു കുട്ടിയാ. ഫോട്ടോ ഉണ്ടാ? നല്ലതാണെങ്കിൽ ഞാൻ അത് വേണ്ട, ഞങ്ങൾ അവളുടെ കൂടെ കറങ്ങി ഒരു 4 ദിവസം കഴിഞ്ഞ് തിരിച്ചു. 4 ദിവസം വണ്ടി ആയിട്ടാ?
വണ്ടിയുടെ ഓണർ വന്ന് എന്ത് ചെയ്യും? ഞാൻ എന്ത് സമാനം പറയും? ചേട്ടൻ ഊട്ടിയിൽ ഒരു ഓട്ടം പോയെന്ന് പറഞ്ഞാൽ മതി. ഹൈ, ഊട്ടിക്ക് പോണ നിങ്ങളല്ലേ, ഞാനല്ലല്ലോ. അതിന് ഊട്ടിയേക്കാൾ നല്ലൊരു സെറ്റപ്പ് ഞാൻ ഇവിടെ ശരിയാക്കി തരാം. സെറ്റപ്പ് ഉണ്ടാക്കുവല്ല. ഓക്കെ. ജയസ് ഗ്രൂപ്പിന്റെ ചെയർമാൻ പത്മശ്രീ ജയശങ്കറിന്റെ മകൾ മിസ് ശ്രേയ ശങ്കർ. ഉയരം ഏതാണ്ട് 5 അടി 7 ഇഞ്ച്. ഗുഡ് ലുക്കിംഗ്, സ്മാർട്ട്, വെളുത്ത നിറം. എന്തിനാ ചായ? കെട്ടാനൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എങ്ങനെയാ പ്ലാൻ? പ്ലാനും പദ്ധതിയൊക്കെ PK തയ്യാറാക്കിക്കൊള്ളു. നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇതിലുണ്ട്. ആയില്ലേ, ആളുകളൊക്കെ വന്നു തുടങ്ങി. ഒന്നിനൊരു കുറവുണ്ടാവരുത്. ഒരു കുറവും ഉണ്ടാവില്ല. ഉപ്പ് പോലും വാരി വെതറിയിട്ടുണ്ട്. താൻ ഇങ്ങനെ തൊട്ടനും പിടിച്ചതിനൊക്കെ പാർട്ടി എടുത്തു. ഇതൊക്കെ ചെലവല്ലേ? ഇതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യല്ലേ. ഇങ്ങനെയുള്ള അവസരങ്ങളിലല്ലേ നമുക്ക് എല്ലാവരും ഒന്ന് കാണാനും ബന്ധം പുതുക്കാനും ഒക്കെ സാധിക്കുക. ഓ, ഇവിടെ വന്ന് നിൽക്കാണോ? അകത്തെല്ലാരും തിരക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം 5 ലക്ഷം അല്ലേ? അതൊക്കെ ഞാൻ ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പോകുമ്പോ കൈയോടെ വാങ്ങിച്ചു പോകണം. ജബ്ബാറേ, ഞാൻ അങ്ങോട്ട് പോവാണ്. ശരി മുതലാളി. അമ്മണി നടന്നേ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഇനി ഫുഡ് കഴിക്കാം. കഴിച്ചിട്ടേ പോകാവൂ. ആ ഡ്രിങ്ക്സ് അത്യാവശ്യമുള്ളവർക്ക് വരൂ. ഇല്ലേ? അത് തന്നെ. എനിക്ക് ഒഴിച്ചു വെച്ചിട്ടില്ലേ? ഒഴിച്ചു വെച്ചിട്ട് വെള്ളം ചേർത്ത് അടിച്ചു. അതെ, വൈഫ് കണ്ട ചിലപ്പോ പ്രശ്നവും. വൈഫ് വരുന്നുണ്ടോ നോക്കൂ. അപ്പൊ ഞാൻ പോട്ടെ. നീ ഇവിടത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഞാൻ അപ്പുറത്തൊന്ന് പോയി നോക്കട്ടെ. അവരോട് കൂടി മിനിങ്ങാനൊന്നും നിൽക്കരുതേ. അതെ, ചിക്കനോ മട്ടനോ പോർക്കോ എന്താ വേണ്ടേന്ന് വെച്ചാ കഴിക്കുക. ഒരു മടിയും വിചാരിക്കണ്ട. നിങ്ങൾ കഴിക്കുന്നത് കാണുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. ഞാൻ ഇതാ വരുന്നു. അവന്റെ ഒരു ഫോട്ടോ മാറും. ചിക്കനും മട്ടനും വിളമ്പി കാര്യമൊന്നും ഇങ്ങോട്ട് വിളമ്പണ്ട. എന്റെ ഇത് വാങ്ങിയ കാശപ്പം തരും. അത് പറ. എന്താ പൊന്നൂസ ഇത്? പിന്നല്ലാതെ ക്ഷമയ്ക്കില്ലോട്. അതിന് അവസാനമായിട്ട് പറയാ, ഇനി ഒഴിവൊന്നും പറയരുത്. ഞായറാഴ്ച എനിക്ക് എന്റെ പണം കിട്ടണം. അന്ന് എന്നെ വേണം. അന്ന് പൊതു ഒഴിവല്ലേ? നമുക്ക് തിങ്കളാഴ്ച എടുക്കാം. തിങ്കളാഴ്ച ആരെടുക്കാന്ന്? ഒരുമാതിരി കണാകുണ വർത്താനം പറയത്. കടം വാങ്ങി കാശപ്പം തരുള്ളൂ. എന്റെ മാത്യൂസേ, ഇത് എപ്പോഴും പറയണ പോലെ അല്ല. കണ്ണാടിപ്പറമ്പിൽ എന്റെ ഭാര്യ അമ്മിണിക്കുട്ടിയുടെ പേരിലുള്ള 5.5 ഏക്കർ വസ്തുവിന്റെ കാര്യത്തിൽ ഒരു കോടതി തീരുമാനമായിക്കോട്ടെ. അത് കിട്ടിയാൽ തരാനുള്ള പണം പലിശ സഹിതം തന്നിട്ടേ ഈ ദേവസ്വംകുട്ടി ദേവലോകത്തിന് പോവോ. ഈ കണ്ണാടിപ്പറമ്പിന്റെ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയി. അടുത്ത മാസം എന്റെ ഇളയ കൊച്ചിന്റെ മനസ്സമ്മതമാ. അതിനു മുമ്പ് എനിക്ക് കാശ് കിട്ടണം. എന്റെ കാശ് എപ്പോ തരും? പറ. തരാം. നിന്റെ മാത്രല്ല, എല്ലാവരുടെയും കാശ് ഞാൻ തരും. ഉന്നൂസേ, അടുത്ത മാസല്ലേ ഇളയ കൊച്ചിന്റെ മനസ്സമ്മതം? പേടിക്കണ്ട. അതിന് ഞാനൊരു പ്ലാൻ കണ്ടുവച്ചിട്ടുണ്ട്. എക്സൽ പ്ലാസയിലെ 7th ഫ്ലോറിലുള്ള മാഗ്ന കഫേയിൽ ശ്രേയം കൂട്ടർ ഒത്തുകൂടാറുണ്ട്. ഏകദേശം
3-3:30 അവൾ അവിടെ നിന്ന് ഇറങ്ങും. അല്ല ഭായി, അവളുടെ കൂടെ കൂട്ടുകാരിൽ ആരും കാണൂലേ? ഇല്ലേ? സാധാരണ അവിടെ നിന്ന് ഇറങ്ങി അവൾ കലൂരുള്ള ജെയ്സ് ഓഫീസിലേക്ക് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടാണ് പോവാറ്. ശ്രേയ 10th ഫ്ലോറിൽ ലിഫ്റ്റിൽ കയറുമ്പോൾ അയ്യപ്പനും കൂടെ കയറണം. ഓക്കെ. ലിഫ്റ്റിൽ കയറിയാൽ ഉടൻ നീ അവളുടെ മുഖത്ത് ആ സ്പ്രേ അടിക്കണം. വിത്തിൻ സെക്കൻഡ്സ് അവൾ മയങ്ങി വീണിരിക്കും. നീ ശ്രദ്ധിക്കുന്നുണ്ടോ? നീ പറ. വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. 5th ഫ്ലോറിലെ ലിഫ്റ്റിൽ ഞാനും ശംഭു നിങ്ങളെ ജോയിൻ ചെയ്യും. അവളെ അവിടെ എത്തിക്കും വരെ മറ്റാരും കാണാൻ ഇടവരരുത്. കാരണം നമ്മുടെ അറ്റംപ്റ്റ് അല്പം റിസ്ക് ചെയ്യണം. അത് ഞങ്ങൾ ഏറ്റു. ഇത് മൃത്യുജയ മാമന്, ഇതെനിക്ക്. Cheers. ഇത് മാമന്. എന്തിനാടേ കിടന്നിങ്ങനെ തട്ടുന്നത്? എത്ര നേരമായി സാർ ഇതിനകത്ത് കയറിയിട്ട്? എന്തുവാടാ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് രണ്ടെണ്ണം അടിക്കാനും സമ്മതിക്കില്ലേ? എടാ ഇതിനകത്താകുമ്പോ നല്ല AC ഉണ്ട്, പോലീസുകാരൻ പേടിക്കണ്ട. ഈശ്വര, മുക്കിന് ഇനിയും ATM കൗണ്ടറുകൾ തുറക്കപ്പെടണമേ. ഇതെത്ര 2 പേര്? നേരത്തെ സെറ്റപ്പ് എല്ലാം അതിനകത്തുണ്ട്. കഴിക്കുന്നതെല്ലാം കൊള്ളാം. 2 ആൾ ഓവർ ആവരുത്. 2 ആളോ? 2 സെക്യൂരിറ്റിക്കാരോടും കൂടിയാ ഞാൻ പറഞ്ഞത്. ഞാൻ മാത്രമേ ഉള്ളൂ സാർ. സാറിന് കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ? നോ പ്രോബ്ലം. ഈ 2 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ കാഴ്ചശക്തി ഇരട്ടിക്കും. കണ്ട, 2 എണ്ണം അടിക്കാനുള്ള ഏർപ്പാട് വന്നു. ഒരുത്തൻ കണ്ടില്ലേ, നോ പാർക്കിങ്ങിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നു. ഒന്ന് പിടിച്ചു നോക്കാം, വല്ലതും തടയുന്നെങ്കിലും. അവൻ പോയി. അതെ, ഇത് കണ്ടിട്ട് ഉടായ്പ സെറ്റപ്പാണെന്ന് തോന്നുന്നു. വിടണ്ട. ഒരു നല്ല ഉടായ്പുകാരനെ വേറൊരു ഉടായ്പിനെ തിരിച്ചറിയാൻ പറ്റും. നില്ലുമോനെ, ഞാനും കൂടി വരട്ടെ. ഇവിടെ തന്നെ നിൽക്കാം, ഇറങ്ങി വരുമല്ലോ. എല്ലാം പറഞ്ഞ പോലെ. ഞാൻ ഏറ്റടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കേടാ. പോവാം. ലിഫ്റ്റ് താഴോട്ടിറങ്ങി വരുന്നുമില്ലല്ലോ. അയ്യപ്പൻ 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 അയ്യപ്പൻ. നിക്ക് ഒരാളോടുണ്ട്. അയ്യപ്പൻ താഴോട്ട് വാ ലിഫ്റ്റ്. അവൾക്കൊരു സംശയം വരാത്ത രീതിയിൽ വേണം അയ്യപ്പനോട് നിൽക്കാൻ. സ്പ്രേ ചെയ്താൽ ഉടൻ അവൾ അയ്യപ്പന്റെ മേലേക്ക് മയങ്ങി വീഴും. പിന്നെ വളരെ ശ്രദ്ധിച്ചു വേണം 5th ഫ്ലോറിലേക്ക് അവളെ കൊണ്ടുവരാൻ.
എന്ത് പറ്റിയെന്ന് അറിയില്ല. അയാള് പെട്ടെന്ന് തല ചുറ്റി വീണു. സിസ്റ്ററിനൊന്നും പറ്റിയില്ലല്ലോ. What? വേറെ പ്രശ്നം എന്തെങ്കിലും? എന്ത് പ്രശ്നം? ഇതൊന്നും മണത്ത് നോക്കിയേ. വെരി നൈസ്. വി ആർ ഫ്രം ഫ്രേഗ്രൻസ് പെർഫ്യൂമറി. ഇതൊന്നും മണത്ത് നോക്കിയേ. ഇന്ന് കാണിച്ചു തരാടാ. അങ്ങോട്ട് തുറക്ക്. ഇതെന്താ സാധനം? നല്ല സ്പ്രേ. എവിടെ? Come on, follow them. പോളെ ആ ടിവിയുടെ ഒച്ച ഒന്ന് കുറച്ച് വെക്കി. അപ്പച്ചന് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഓ, ഈ അപ്പച്ചന്റെ ഒരു കാര്യം, കാശ് കൊടുക്കാനുള്ളവരുടെ പേര് നാളും എഴുതിക്കൊണ്ടിരിക്കുകയല്ലേ. ഈ കോൺസെൻട്രേഷൻ ഒക്കെ മതി. ഞാൻ ശരിയാക്കി തരാം. ഇങ്ങോട്ട് തന്നെ. കടക്കാരുടെ ചീത്ത വിളി കേട്ട് ചെവിക്കല്ല് തകർന്നിരിക്കുമ്പോഴാ നിന്റെ ഒക്കെ ഒടുക്കത്തെ ഒരു എല്ലാം കൂടി വാരിയിട്ട് കത്തിക്കും ഞാൻ. നോക്കിക്കോ. നിങ്ങൾക്ക് എന്താ വട്ട പിടിച്ചോ? അതേടി, എനിക്ക് മുഴുത്ത വട്ട. അത് ശരിയാ കർത്താവേ, ഞാൻ ചങ്ക് തുറന്ന് സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാ. എനിക്ക് ഈ കുരിശുകളെ ചുമക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് നരകത്തിലേക്കാണെങ്കിലും എന്നെ ഒന്ന് കെട്ടിയെടുക്കാനുള്ള ഏർപ്പാട് ഉണ്ടാക്കി തരണേ എന്റെ കർത്താവേ. ചെറിയൊരു തമാശ പറഞ്ഞപ്പോ കർത്താവ് അത് സീരിയസ് ആയിട്ട് എടുത്താ. കർത്താവെ, ആരാ ഈ നേരത്ത്? കടക്കാര്, അല്ലാണ്ടാരാ ഈ നേരത്തെ തേടി വരാൻ? ഓടപട്ടി മോളെ, നീ കഥകൊന്ന് തുറന്നു നോക്ക്. എനിക്ക് വയ്യ. അപ്പച്ചന് വേണമെങ്കിൽ പോയി തുറക്കും. ഒന്നില്ലെങ്കിൽ ആ കുരിയച്ചൻ, അല്ലെങ്കിൽ പുന്നൂസ്. കർത്താവെ, ഡെയിലി എത്രയോ പേര് എലിപ്പനി പിടിച്ച് മിടി വെട്ടിയും ചാവണം. കൂട്ടത്തിൽ ഞാൻ കാശ് കൊടുക്കാനുള്ള ഒരുത്തനെങ്കിലും നിനക്ക് പരിഗണിച്ചൂടെ? അതെ, ആ വാതിലൊന്ന് പോയി തുറക്കോ. ഞാൻ ഇവിടെ ഒരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. ശമ്പളക്കാരി ഇങ്ങനെ ആരെങ്കിലും ഒരാള് എന്റെ കൂടെ ധൈര്യത്തിനൊന്ന് വരൂ. ഒരെണ്ണം വരില്ല പിശാചുക്കള്. കൈനക്കാരുടെ പോലെ ഉണ്ടല്ലോ. എന്താ വേണ്ടേ? അതെ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? കുറച്ചു ദിവസം ഞങ്ങളുടെ കൊള്ളടിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ എല്ലാം ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഒന്നും കൊള്ളയടിച്ച് എവിടെ രക്ഷപ്പെട്ടോ?
ഇതിവിടെ പറ്റില്ല. എന്ത് പറ്റില്ലെന്ന്? ഈ പരിപാടി ഇവിടെ നടക്കില്ല. കാര്യം ഞാനൊരു കടക്കാരനാണ്, ദരിദ്രവാസിയാണ്. എന്റെ കയ്യിലൊന്നും ഇതിനൊന്നും കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. ഇതിനൊക്കെ പറ്റിയ ഹോട്ടലുകൾ പുറത്തുണ്ട്. നീ എന്താ കളിക്കടാ? ആരാ നിങ്ങള്? Why you people bring me here? Who the hell are you? മിണ്ടരുത്, നിന്നെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തോ? Kidnapping? അതെ, കിഡ്നാപ്പിംഗ്. Sure? Really? I can't believe this. ഈ പെണ്ണെന്താ ഇങ്ങനെയൊക്കെ പറയണേ? അധികം സ്മാർട്ട് ആവല്ലേ? നിങ്ങൾ എന്തായി കാണിക്കണേ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഞങ്ങൾക്ക് വേണ്ടത് താൻ തരണ്ട. അപ്പോ ശരിക്കും കിഡ്നാപ്പിംഗ് ആയിരുന്നു അല്ലേ? Yeah, but I think എന്തിനാ അവർ ഇവിടേക്ക് എന്നെ കിഡ്നാപ്പ് ചെയ്തോണ്ട് വന്നെന്നാ? അത് ഞാൻ അവരോട് ചോദിച്ചിട്ട് പറഞ്ഞുതരാട്ടാ. എന്നാലും നമ്മുടെ വീട്ടിലേക്ക് തന്നെ വന്നു കയറാൻ തോന്നിയല്ലോ എന്റെ ദൈവമേ. അതൊക്കെ ഒരു ഭാഗ്യടി അമ്മണി. എനിക്കിപ്പോ ബെസ്റ്റ് ടൈമാ. ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന ജപ്തി നോട്ടീസൊക്കെ വായിച്ച് ചിരിച്ച് ചിരിച്ച് മനസ്സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോഴാ ഭാഗ്യത്തിന് ഈ കോള് വന്ന് പെട്ടത്. അതൊക്കെ പോട്ടെ, കുട്ടി ഏതാ? ഞാൻ ശ്രേയ ശങ്കർ, കോൺട്രാക്ടർ ജയശങ്കറിന്റെ മകൾ. ജയസ് ഗ്രൂപ്പിന്റെ MD ജയശങ്കറിന്റെ മോളാ? അതെ. ഡാഡി അറിയാമോ? നേരിട്ട് പരിചയമില്ല, ഒരുപാട് കേട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളായിരുന്നു ഞാനും. നാട്ടുകാരും കൂട്ടുകാരൊക്കെ പറയും ദേവസ് കുട്ടിക്ക് ഇപ്പൊ ശുക്രദശയാ. ദൈവം സഹായിച്ച് ഞാനിപ്പോ ഇങ്ങനെയായി. നമ്മളിനെ എന്ത് ചെയ്യൂച്ചയാ? നമ്മളായിട്ടൊന്നും ചെയ്യണ്ട എന്റെ അമ്മണി. ചെയ്യേണ്ടതൊക്കെ അവര് ചെയ്തോളും. നമുക്ക് ഈ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങാം. നാളെ ഉണരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അങ്കിൾ. എവിടെ പോയി കിടക്കും? കിട്ടിയോ? ഫോൺ എടുക്കുന്നില്ല. ഹലോ, ജയശങ്കറല്ലേ? ഹലോ ഹലോ, ജയശങ്കറിന്റെ വീടല്ലേ? അതെ. ഫോണൊന്ന് ജയശങ്കറിന് കൊടുക്കാവോ? ചേട്ടൻ സ്ഥലത്തില്ല, ദുബായിലാ. ആരാ സംസാരിക്കുന്നത്? പറയാം. നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. What? What do you say? നിങ്ങളുടെ മകൾ ശ്രേയ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണെന്ന്. നിങ്ങൾ ആരാ സംസാരിക്കുന്നേ? എന്റെ മോള് ശ്രേയ. മാഡത്തിന് വിശ്വാസം ആയില്ലല്ലേ? മോളോട് തന്നെ സംസാരിക്കേ. നിന്റെ മമ്മിയാ? ഫോണിങ്ങ് താടോ. ഫോണൊക്കെ തരാം. ആദ്യം നിന്റെ മമ്മിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഒന്ന് കരയണം. അല്ല, അതാണല്ലോ എന്റെ രീതി. ഗീവ് ഒക്കെ ചെയ്യാം, പക്ഷേ കിഡ്നാപ്പിന്റേതായിട്ടുള്ള പല രീതികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് മോൾ ആദ്യം ഒന്ന് കരടി. അമ്മണി, എന്താ ചെയ്യാ? അവന്റെ കിടാമണ്ടി പൊട്ടിന്ന് തോന്നണേ. എന്റെ വയ്യോ, അവളെ എന്റെ എല്ലാം ചവിട്ടി പൊട്ടിച്ച് ദർവേ കുജേ. എന്താ പറ്റിയേ ചേച്ചി? നമ്മുടെ മോള്. അയ്യോ, ഹലോ. മാഡത്തിന് വിശ്വാസമായില്ലേ? മോൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം ജയശങ്കർ തരുന്നവരെ. അറിഞ്ഞില്ലേ ഞാൻ? അദ്ദേഹം ദുബായിലാണ്. എന്റെ മോള്, അവളെ ഉപദ്രവിക്കരുത്. മകളെ ജീവനോടെ വേണമെങ്കിൽ അയാളോട് അവിടെ കിടന്ന് ചുറ്റിത്തിരിയാതെ വേഗം നാട്ടിലോട്ട് വണ്ടി കയറാൻ പറ. പ്ലീസ്, എന്റെ മോള്, നിങ്ങൾ ഒന്നും ചെയ്യരുത്. നീ ഫോൺ ചെയ്യ്, പോലീസിനെ വിളിക്ക. അത് വേണോ മാഡം?
തൽക്കാലം നമുക്കത് വേണ്ട. പോലീസ്, സൈബർ സെൽ അത്തരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി മോളുടെ ജീവൻ അപകടത്തിലാക്കണോ? ഗുഡ്. ജയശങ്കറിനെ കിട്ടുകയാണെങ്കിൽ പറഞ്ഞേക്കണം. I'll call you back. ഞങ്ങൾ എന്തിനാ കെട്ടിയിട്ടിരിക്കണേ? ഇതൊന്നും അഴിക്കേ. ഞങ്ങൾക്ക് പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്യണ്ടേ? പ്ലീസ്. ഒക്കെ ആകാം, പക്ഷേ എല്ലാം ഞങ്ങളുടെ മേൽനോട്ടത്തിൽ മാത്രം. എന്തായേ മനുഷ്യനോട് ശ്വാസം മുട്ടിയിരിക്കുക. ദേവസ്വന് പോണ്ടെങ്കിൽ പോണ്ട, ഞങ്ങൾക്ക് പോണം. എനിക്ക് പോണം. എനിക്കും പോണം. ഇന്ന് ടോയ്ലറ്റിൽ ഒരു ഇടിയാവും. ഇപ്പൊ സമയം 6:35. 1 മണിക്കൂർ. കൃത്യം 7:35 എല്ലാരും റെഡി ആയി ഇവിടെ തിരിച്ചു വന്നോളണം. മനസ്സിലായോ? അറിയാം. പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ആദ്യം മമ്മി ബാത്റൂമിൽ പോയി. ഞങ്ങളുടെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒരാള് കൂടി ഉണ്ടല്ലോ. ആര്? അത് ശരിയാണല്ലോ. അവളെവിടെ? റാണി. അവളുടെ കാര്യം ഓക്കായിടി. ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി നടക്കരുതെന്ന് പല പ്രാവശ്യം അവളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇതെല്ലാ ലേഡീസ് സർവന്റിനും ഒരു പാഠമായിരിക്കട്ടെ. ഏറിയാൽ ഒരു 15 മിനിറ്റ്. അതിനുള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കണം. ഇത്ര ഉള്ള ഇതിനായിരുന്നു ഇത്ര വലിയ ആഡംബരം. ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് കരുതി ഇത്രയും ഫാസ്റ്റ് ആക്കണ്ട. എല്ലാവർക്കും വേണം. എന്താ നിനക്ക് വേണ്ടേ? വേണ്ട, കഴിക്കും മോളെ. വിശന്നിരുന്ന എങ്ങനെയാ? മോള് കഴിക്ക്. ഇതിപ്പോ തീരുവേ. വേഗം എടുത്ത് കഴിച്ചോ. ക്യാപ്പി കയറാടാ. നീ ഞാൻ കഴിച്ചാ മതി. അവന്റെ ഒരു സ്നേഹം. വാട്ട് ഈസ് ഇറ്റ്? റബ്ബർ ഷീറ്റോ? ഇതെങ്ങനെ കഴിക്കും? ഐ നീഡ് പിസ്സ. പക്ഷേ നോ, ഐ വാണ്ട് പിസ്സ, ചിക്കൻ പിസ്സ. പിന്നെ വെളുപ്പാങ്കാലത്തല്ലേ പീച്ച. വേണേ തിന്നിട്ട് പോടി. അതെ, ഞാൻ നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നൊന്നും അല്ലല്ലോ, ആണോ? അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് വാങ്ങിത്തരാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ നിന്റെ സമ്മതക്കാരൊന്നുമല്ല നിനക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിത്തരാൻ. നിങ്ങൾ ഫോണിങ്ങിതാ. വേണ്ട എന്താന്ന് വെച്ചാ ഞാൻ വരുത്തി കഴിച്ചോളാം. അത് വേണ്ട. എന്താ ചെയ്യ? ഇങ്ങനെയുണ്ടോ ജന്മങ്ങൾ? മരിക്കാൻ പോകുമ്പോഴാ സീരിയല് കാണുന്നത്. അവളിങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ അച്ഛ. കഴിവതും ഞാൻ അവളെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിപ്പിക്കാറില്ല. എനിക്ക് ചെയ്യാനുള്ള ജോലിയൊക്കെ ഇവിടെയുള്ളൂ.
ഞാൻ ഒരിക്കലും അവളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്നിട്ടും ഞാൻ അവളെ ജോലിക്കാരിയാക്കുന്നൊക്കെ പറഞ്ഞു. മാസ പദ്ധതിക്ക് ഈ മാസം മുതൽ തുടക്കം കുറിക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രധാന വാർത്തകൾ. പ്രമുഖ വ്യവസായിയും JS ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ ജയശങ്കറിന്റെ മകളെ അജ്ഞാതരായ ചിലർ തട്ടിക്കൊണ്ടുപോയി. JS ഗ്രൂപ്പിന്റെ മാനേജിംഗ് പാർട്ണർമാരിൽ ഒരാൾ കൂടിയായ ശ്രേയ ശങ്കറിനെ അവരുടെ ഉടമസ്ഥതയിലുള്ള JS മൾട്ടിപ്ലക്സിൽ നിന്നുമാണ് സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മോള് കരയണ്ട, സമയദോഷം കരുതി സമാധാനിക്കാം. ഈ മമ്മിയുടെ ഒരു കാര്യം, ഇതിന്റെ പഴയ സ്റ്റില്ല. എന്തായാലും ഈ ഒരു ഒറ്റ കിഡ്നാപ്പിലൂടെ ഞാൻ സ്റ്റാർ ആയത് തന്നെ. തട്ടിക്കൊണ്ടുപോയവർക്ക് തീവ്രവാദി സംഘവുമായി ബന്ധമുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. എന്റെ ഗീവർഗീസ് പുണ്യാണ് തീവ്രവാദികളാ. എന്റെ കർത്താവേ, ഇതുവരെ കടക്കാരെ കൊണ്ടായിരുന്നു ശല്യം. ഇപ്പൊ നിന്നെ കണ്ടപ്പോഴേ ഞാൻ ഊഹിച്ചതാ നീ ഒരു തീവ്രവാദി ആയിരിക്കും. നീ മിണ്ടരുത്, നിന്നെ കൊന്നുകളയും ഞാൻ. എന്റെ പൊന്നു തീവ്രവാദി സഹോദര, ഈ പെൺകൊച്ചിനെ കൊണ്ട് എവിടേക്കെങ്കിലും ഒന്ന് പോ. പോലീസും ചാനലുകാരും വന്നാ ചത്തുപോയ ബില്ലാദം വരെ എന്റെ കസിൻ ബ്രദർ ആണെന്ന് പറയും. ഞാൻ എന്റെ തീവ്രവാദിച്ച എന്റെ കാല് പിടിക്കാം. സന്തോഷായി. ഒരു നിമിഷം വഹിക്കണ്ട, വെച്ചോളൂ, ധൈര്യമായിട്ട് വെടി വെച്ചോളൂ. ഞാൻ ഇന്ത്യക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഇന്ത്യക്ക് പുറത്താ? വീടിന് പുറത്ത്. വീടിന് പുറത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. തൊപ്പി വെച്ചാളാ. ഇവിടുന്ന് എന്തായാലും നല്ല ടിപ്പ് കിട്ടും, അത് ഉറപ്പാ. ആരാ? ഡോർ തുറക്ക. അല്ല, തുറക്കുമ്പോ എന്തെങ്കിലും ഓ. ഗുഡ് മോർണിംഗ്. പിസക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായില്ലേ? അല്ല, എന്റെ കാശ് ഇപ്പൊ പോയിക്കോ, ഇവിടെ ഭയങ്കര കുഴപ്പടാ. ചേട്ടാ, ഇതെന്ത് പരിപാടി ഇത്? കൊടുക്ക. 1200 രൂപയാ, ഇൻക്ലൂഡിംഗ് സർവീസ് ചാർജ്. നിന്നെ ഞാൻ പുറത്തേക്ക് പട്ടി. നിന്ന് താളം ചവിട്ടാതെ കാശ് കൊടുക്കൂ. എന്റെ കയ്യിലില്ല. ഈ തോക്കാണ് സത്യം. 1000 രൂപ പോയിട്ട് 50 രൂപ കണ്ട കാലം മറന്നു. നിങ്ങൾ ചുമ്മാ തർക്കിക്കാതെ കാശെടുക്കാൻ നോക്കുന്നു. കടയിൽ മര്യാദക്ക് അവനെ പറഞ്ഞു. കാശില്ലാതെ അവൻ പോവില്ലെന്ന്. ഇത് കാശ് തരാതെ തന്നെ പറ്റിക്കാനുള്ള പരിപാടിയാ. അങ്ങനെ തന്നെ പറ്റിക്കണ്ട. ഇയാളെന്ന് കളിക്കാതെ കാശ് 1000 പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കേറണ്ടെന്ന്. ഇപ്പൊ നിനക്ക് സമാധാനായില്ലേ? ഇനി ഈ ബില്ല് പ്രകാരമുള്ള കാശ് കിട്ടിയിട്ട് നീ പോയാ മതി. ഇപ്പൊ വെടിവെക്കണ്ട, കുറച്ചേരം ഇവിടെ കളിക്കട്ടെ, എന്നിട്ട് പിന്നെ വെടിവെക്കാം. ഇനി ഇപ്പൊ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ ആ പിസ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്ക്, എന്നിട്ട് പോയി കിടന്നു. മിണ്ടി പോരുത്, ചുട്ട് കരിച്ചു കളഞ്ഞ. എന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? കാശിലേക്ക് പറഞ്ഞാ പോരെ. ഇത് വാങ്ങ്. എന്തിനാ വാങ്ങ്? എന്നിട്ട് എനിക്ക് തിരിച്ചാ. അപ്പൊ ഞാൻ ബാക്കി തരാം. ഇനിയിപ്പോ ബാക്കി എന്തിലും കുഴപ്പമില്ല, എനിക്ക് ടിപ്പ് ഒന്നും വിചാരിച്ചാൽ മതി. എന്നാ പോട്ടെ, അവിടെ നിക്കടാ. നീ എങ്ങോട്ടും പോകുന്നില്ല. എനിക്ക് പോണം. നിനക്ക് പോയിട്ട് കൊച്ചിന് മുറകൊടുക്കാനൊന്നുമില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ കേറണ്ടെന്ന്. അതല്ലേ എന്നെ മുതലാളി തിരക്കും. തിരക്കാതിരിക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. വിളിയടാ നിന്റെ മുതലാളിയെ. വിളിക്കാം. ഹലോ. എടാ, നീ ആയിരുന്നോ ഡെലിവറി എന്ന് പറഞ്ഞ നേരത്തിനായടാ? നീ എവിടെ പോയി കിടക്കുക? എനിക്ക് ഇഷ്ടമുള്ളടത്തു. അത് ചോദിക്കാൻ നീയാടാ പട്ടി. ആർക്കും എന്നെ വിളിച്ച നമ്പർ മാറിപ്പോയിന്നാ തോന്നുന്നുണ്ട്. ഇത് ഞാൻ തന്നെയാടാ. ഹലോ, നിങ്ങൾ റോങ് നമ്പറിലേക്കാ വിളിച്ചത് തോന്നുന്നുണ്ട് അല്ലേ? എനിക്ക് തെറ്റിയിട്ടില്ലടാ കള്ള മീരാനെ. കുറെ നാളെ നിന്റെ ആട്ടും സൂപ്പും ആട്ടും തുപ്പും കേട്ടിട്ട് ഞാൻ അടിമയെ പോലെ പണിയെടുക്കുന്നു. പഠിച്ചോനെ, ചെക്കൻ എന്ത് പറ്റി? എന്താടാ വായിന്ന് നിന്റെ പല്ലിറങ്ങി പോയാ? എന്റെ പല്ലിറങ്ങി പോവേ. ശമ്പളം കൂട്ടി ചോദിച്ചപ്പോ താൻ എന്താ പറഞ്ഞത്? എനിക്ക് അതിനുള്ള ഗ്ലാമർ പോരുന്നു അല്ലടോ മക്കാന്റെ മോനെ. നായിന്റെ മോനെ, നീ ആരായാലും ശരി എന്റെ പള്ള കുത്തിക്കേറി കുടലെടുത്ത് ബോട്ടിലാക്കി വളമ്പടാൻ കരുമാടി കുട്ട.
മുഖത്തോക്ക് ഇരട്ട പേര് വിളിക്കുന്നോടാ. അയ്യോ അന്ന് സാറിന്റെ പേരായിരുന്നില്ലേ? ഇത് നിങ്ങളെ ഫോണിലാ ബ്ലൂടൂത്ത് ഇതാ നോക്കി വേറെ ആളെ അതോ പൈസ വേണ്ട സാറിന് ഫ്രീ പോയിക്കോളി. പടച്ചോനെ ഇത് വല്ലാത്തൊരു ഇടങ്ങാറായിപ്പോയി. എടാ ശുക്കൂറേ, എന്തോ ആ കുട്ടനെ വിടാൻ പോയത് ദേവലോകത്തേക്കാ. അവൻ എടിയും പോയി തൊലയട്ടെ. ഞാൻ ആ ദേവലോകത്ത് പോയി പാർസലിന്റെ ബസ് മേടിച്ച് വരാം. എടാ ശുക്കൂറേ, ഞാൻ പുറത്തു പോയാ ഇതൊക്കെ നോക്കിട്ടോ. ശരി. കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ പോലും അവന്മാര് സമ്മതിക്കണം. ഇടയ്ക്കിടയ്ക്കുള്ള പ്രാർത്ഥന ഇനി ഉണ്ടാവില്ല കേട്ടോ. ചേട്ടാ, നീയായിരുന്നു. ആക്ച്വലി ഈ വീട്ടിൽ ഇപ്പൊ എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത്? അത് ഇതുവരെ മോങ്കുട്ടന് മനസ്സിലായില്ല. ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ്. ഓ ഞാൻ പറഞ്ഞു മോൻ ഇവിടെ ഇരിക്കേ. എടാ നീ ഇപ്പൊ അവിടെ കണ്ടില്ലേ? അവരൊക്കെ രാജാക്കന്മാരാടാ. രാജാക്കന്മാരോ? ആ അധോലോക രാജാക്കന്മാര്. നീ കേട്ടിട്ടില്ലേ? ഹാജി മസ്താൻ, ദാവൂദ് ഇബ്രാഹിം, ഛോട്ടാ ഷക്കീൽ. നമ്മുടെ ഷക്കീലേ? ഛോട്ടാ ഷക്കീൽ പഴയ ബോംബെ അധോലോകത്തെ കിടുകിടാ വിറപ്പിച്ച അധോലോക രാജാക്കന്മാരുടെ അവതാരങ്ങളാടാ ഇവന്മാര്. അധോലോക രാജാക്കന്മാർ എങ്കി അവരെ വെറുതെ വിടാൻ പാടില്ല. സത്യം പറഞ്ഞ ഈ അധോലോക നായകന്മാരെ പറ്റി സിനിമയിലും കഥകളിലൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴാണ് നേരിൽ കാണാൻ പറ്റിയത്. അതെ, ഞാനൊന്ന് തൊട്ട് നോക്കിക്കോട്ടെ. ഇതെനിക്ക് കിട്ടിയ അംഗീകാരമായിട്ട് ഞാൻ കാണുന്നു. അപ്പതേ ഗുരുദക്ഷിണായിട്ട് ഞാൻ കരണക്കുറ്റി കാണിച്ചു തന്നിട്ടുണ്ട്. അടുത്ത പ്ലാൻ എന്താ നമ്മുടെ? എന്താ വേണ്ടത്? വേറൊന്നല്ല, എനിക്ക് നിങ്ങളുടെ സംഘത്തിൽ ചേരണം. നിർബന്ധമാണോ? നിർബന്ധിച്ചാലും ഇല്ലെങ്കിൽ ഇന്ന് തുടങ്ങി ഞാൻ നിങ്ങളുടെ സംഘത്തിലുണ്ട്. അല്ല ഭായി, നമ്മൾ ഏത് അണ്ടർവേൾഡ് കിങ്ങിന്റെ കീഴിലാണെന്ന് പറഞ്ഞു നിനക്കറിയണോ? എന്നാ കേട്ടോ, സാഗർ ഏലിയാസ് ജാക്കിയുടെ കീഴില. സാഗർ ഏലിയാസ് ജാക്കി. തട്ടിക്കൊണ്ടുപോയവരെ നേരിൽ കണ്ട ആളാണ് സാർ. ആ 3 പേരെ പറ്റി എന്തെങ്കിലും? 3 പേരല്ല സാർ, 4. അവര് കൃത്യം 4 പേരുണ്ടായിരുന്നു. ആ 4 പേരുടെ മുഖം തനിക്ക് കൃത്യമായി ഓർമ്മയുണ്ടല്ലോ? അവന്മാരുടെ നിഴൽ കണ്ടാൽ പോലും എനിക്ക് തിരിച്ചറിയാൻ പറ്റും സാർ. ഷുവർ? ഡു വൺ തിങ്. താൻ കണ്ട ആൾക്കാരെ കുറിച്ചുള്ള വ്യക്തമായ രൂപം പറഞ്ഞു കൊടുക്കും. അയാൾ സ്കെച്ച് പറയൂ. ഈ കൃത്യമായിട്ട് എല്ലാം ഞാൻ പറഞ്ഞുതരാം സാർ. മാഷ് വരച്ചോ. ആദ്യം ഞാൻ കണ്ടയാള് നല്ല സുന്ദരനാണ്. പരന്ന നെറ്റി, നീണ്ട മൂക്ക്. സാർ വരയ്ക്കും. പറഞ്ഞതുപോലെ 4 പേരെയും കൃത്യമായി വരച്ചിട്ടുണ്ട്. അതിനെ കാണിക്കും സാർ. ഇതാണ് സാർ ഞാൻ പറഞ്ഞ ആ സുന്ദരൻ. ഒന്നാമൻ ഇവൻ തന്നെയാണ് സാർ, സുന്ദരൻ. ഇത് തന്നെ ആണ്. രണ്ടാമത്തെ ആൾ ഇതാണ് സാർ. എങ്ങനെയുണ്ട്? എനിക്ക് തെറ്റാറില്ല സാർ. ആ ടീമിൽ താടിക്കാരനായിട്ടുള്ളത് ഇതാണ് സാർ. ഇത് തന്നെ. കൂട്ടത്തിൽ പൊക്കം കുറഞ്ഞ ആൾ ഇതാണ് സാർ. ഇവരെ 4 പേരെയും അറസ്റ്റ് ചെയ്യണം സാർ. ഓ, ഇയാളെ പറഞ്ഞു വിടറോ? ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ട് വേണം എന്റെ തൊപ്പ് തെറിക്കാൻ. സമയായി എന്റെ.
വിളിക്കാനും അറിയത്തില്ല പൊട്ടൻ. കോണാത്തിലെ ഓരോന്ന് ഇതുപോലത്തെ സാധനം എടുത്ത് ഇനി എന്റെ അടുത്ത് വന്നാണ്ടല്ലോ തീർത്തോളാം ഇത് ഞാൻ കേട്ടോ. അളിയ പ്രാന്തെടുത്തു അളിയ സത്യം. എങ്ങോട്ടാ ഇവിടെ ഇരുന്നോളാം. ഇനിയിപ്പോ കാശ് തരുമോ അതോ കാർഡ് തന്നിട്ട് വരക്കാൻ പറയോ? ആ മീരാന സുഖണ്ട എന്തേ ഞാൻ സുഖമില്ലാതെ എടുക്കായിരുന്നു. ആ പിസ്സ വാങ്ങിയതിന്റെ കുറച്ച് കാശ് കിട്ടാനുണ്ട്. എന്തത് ഇതെന്താ വിസിലടിച്ച് കളിക്കുക? പിസ്സയുടെ കാശ് തരാൻ കാശ് കൊടുത്തതാണല്ലോ. കാശ് കൊടുത്തു പൊക്കോടാ. അത് ശരി. അപ്പൊ കള്ളഹിമാർ അതുകൊണ്ടാണല്ലേ മുങ്ങിയത്. ആ അതെ, അവനേത് ദുനിയാവ് പോയി ഒളിച്ചാലും ഈ മീരാൻ അവനെ പൊക്കും. മീരാൻ അവനെ അറിയാനല്ലോ. ആ പിന്നെ അത് ശരി, നിങ്ങൾ അവനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ ഇവിടെ. കച്ചവടമൊക്കെ ഉഷാറുണ്ട്. കള്ള നായിന്റെ മോനെ ഇന്ന് പഠിച്ചിട്ട് ഇവിടെ നിൽക്കല്ലട. ഇതൊന്നും വേണ്ട മോനെ, വേറെ തല എന്റെ കയ്യല്ലേ ധാരാളം. അലി വെളുത്ത കൊടുക്കട്ടെ. എടാ കള്ള നായിന്റെ മോനെ രാവിലെ പോന്നല്ലേ പിസൈറ്റ് പൈസ ഇല്ല ആളുമില്ല പോയിട്ട് തന്നെ വിചാരിച്ച ഞാൻ തീർന്നത് അല്ല. ഞാൻ ഒരു വഴിയാക്കും. താനധികം ചിരിക്കണ്ട. ഈ കള്ളൻ അവിടെ ഒളിപ്പിച്ച് വെച്ചതിന് തന്നെ ഞാൻ ഔട്ടാക്കും. ഇന്ന് പോലെ ഞാൻ പോലെ എന്താ കിട്ടാത്ത തുറക്കടാ. ഏത് ഈ വാങ്ങല ഇതിന് തുറക്കൂല മലയാളി. തുറക്കൂലേ? അതെന്താ? യെസ്, യു ആർ അണ്ടർ അറസ്റ്റ്. നോ ആർഗ്യുമെന്റ്സ്. മുതലാളി വന്നു കണ്ടു, ഇനി കീഴടങ്ങിയാൽ മാത്രം മതി അല്ലേ? നേരെ പോവാ. തൊട്ടപ്പുറത്തൊരു മുറിയുണ്ട്, അവിടെ എല്ലാവരും ഉണ്ട്. പോയിക്കോ. ഒന്ന് വേഗം പോയെന്റെ സ്റ്റീഫ. നീയേ ആ കമ്മീഷണറെ ഒന്ന് വിളിച്ചേ. ഹലോ, ലൈനിലുണ്ട് സാർ. ഹലോ. ജയശങ്കർ, എവിടെ എത്തിയിടോ കാര്യങ്ങളൊക്കെ? ടവർ ലൊക്കേഷൻ സെർച്ച് ചെയ്തതനുസരിച്ച് അവർ പാലാരിവട്ടം ഭാഗത്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ പാലാരിവട്ടത്തോ? പിന്നെന്താ പിടിക്കാൻ എത്ര താമസം? സ്പോട്ട് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുക്കും. ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ജയശങ്കർ. എടോ, കുറച്ച് സമയം എന്ന് വെച്ചാൽ എത്രയാ? അവർക്ക് വേണ്ട ക്യാഷ് എത്രയെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. എനിക്ക് എന്റെ മകളെ രക്ഷിച്ചേ പറ്റൂ. ഇമോഷണൽ ആവണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് അവരുടെ ലക്ഷ്യം എന്തായാലും ശ്രേയെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ രക്ഷിക്കാനുള്ള മിഷനിലാണ് പോലീസ് ഇപ്പോ. നിങ്ങളുടെ ഈ പോലീസ് വർത്താനം എന്നോട് പറയരുത്. എടോ, മോളെ ജീവനോടെ രക്ഷപ്പെടുത്തി തരുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് താൻ എനിക്ക് വാക്ക് തരുന്നത്? അവര് പാലാരിവട്ടം റേഞ്ചിൽ കിടക്കുക. ഇന്ന് മിനിസ്റ്റർ ഇവിടെ എത്തുന്നല്ലേ പറഞ്ഞത്? അതെ. അന്നേരം ടിവിയിലേക്ക് ഹലോ. പോലീസ്. ഈ FM റേഡിയോയിൽ എങ്ങനെ വയർലെസ് മെസ്സേജ് വരുന്നത്? ഇപ്പൊ ശരിയായി.
12 മണിക്ക് മുമ്പ് ഇവരൊക്കെ ഉറങ്ങിയോ? റാണി റാണി, ഞാനോ പറയുന്ന കഥ ഉറക്കാൻ. അയ്യോ, എന്റെ രാജേട്ടന്റെ ശബ്ദം പോലെ തന്നെ ഉണ്ട്. അതെയോ? നോക്കി അനിയ, അതെന്റെ രാജേട്ടനാ. എനിക്ക് ആകെ കൂടെ ഉള്ളൊരു ഭർത്താവാ. ആ പാത്രത്തിനും കൂടെ ഇന്നത്തെ പിടിച്ചിട്ടല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാം. ഇവിടെ ഉള്ളവരൊക്കെ ചത്തോ? എടി, കഥവ് തുറക്കാൻ റാണി ഒന്നും അറിയുന്നേ. അതെ സാറേ, നിങ്ങൾ ഈ വരുന്നവരെ മുഴുവൻ ഇവിടെ പൂട്ടിയിട്ട എല്ലാവർക്കും കൂടി കിടന്നുറങ്ങാൻ സ്ഥലമില്ല. പോയി പറഞ്ഞുവിടാ. എന്ത്? ഇനി അടുക്കള വാതിൽ വഴി പോകാം. അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഇതുവഴി പോവാ. അവളെവിടേക്ക് പോയത്? എന്തോടി വിളിച്ച് വിളിച്ച് തൊണ്ടല്ലേ വെള്ളം പറ്റി. ഇനി തൊണ്ട കുഴിച്ചേ പറ്റൂ. നീ ഇത്രയും നേരം എവിടെ പോയി കിടക്കായിരുന്നടി? ആ, ഇറങ്ങി വാ, വീട്ടിൽ പോവാ. ശരിയാവില്ല. എന്തടി ഇവിടെ എന്തോ നടന്ന് കൈക്രിയ കാണിക്കുന്നേ? രാത്രി ടാറ്റ കാണിച്ച് കളിക്കുന്നേ? ഈ കിളവനും അവൾക്കുമായിട്ട് എന്താ പരിപാടി? വീട്ടിലേക്ക് ഓ, കള്ളക്കളവാ, ഞാൻ കാണിച്ചു തരാം. എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ? ഇതിൽ കൂടുതൽ ഇനി എന്തോന്ന് മനസ്സിലാക്കാനടി? വീട്ടു ജോലി ചെയ്തതിന്റെ ശമ്പള കുടിശ്ശിക വാങ്ങാനെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചതാ. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിനക്ക് എന്താ രാജ, തലയ്ക്ക് സുഖല്ലേ? അത് തന്നെ കളവാ എനിക്കും ചോദിക്കാനുള്ളത്. ഒന്നുമല്ലെങ്കിൽ തന്റെ പ്രായത്തെ കുറിച്ചെങ്കിലും തനിക്കൊരു ബോധം വേണ്ടോ? ഇതിനകത്ത് നടക്കുന്നത് എന്താണെന്ന് നിനക്കറിയില്ലല്ലോ. ഇതിനപ്പുറം ഇനി എന്തോന്ന് നടക്കാൻ? ഞങ്ങള് രണ്ടുപേരും ഒരു കുരുക്കി പെട്ടെടുക്കുക. ഈശ്വര, ഇത് ഏത് ജന്മം? കുരുക്കിലും പെട്ടോ? എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എടി, അവന് കാര്യം മനസ്സിലാവുന്നുണ്ട്. രാജേന്ദ്ര, അങ്ങനെയാണെങ്കിൽ നീ പുറത്തുള്ളവരോടൊക്കെ പറഞ്ഞ് 4 ആളെ കൂട്ടാൻ നോക്ക്. ഈശ്വര, ഇതിന് ഞാൻ തന്നെ പബ്ലിസിറ്റി കൊടുക്കണോടോ? എന്റെ ഭൂമിയിലെ ഒരു ഭർത്താവിനും ഇങ്ങനെ ഒരു കാഴ്ച ലൈവായിട്ട് കാണാനുള്ള ഇട വരുത്തരുതേ. 2 എണ്ണത്തിനെ ഇന്ന് ഞാൻ കൊല്ലും. എന്തിനാ കൊല്ലണേന്ന്? തുറക്കടോ കഥകൾ. എടി, ദേ വരുന്നുണ്ട്, അവൻ വരുന്നുണ്ട്. കാണിച്ചു തരാം. സുന്ദരിയായ എന്റെ ഭാര്യയെ വേലക്കാരിയായിട്ട് കാണാതെ സ്വന്തം സഹോദരിയായിട്ട് കാണാന്ന് താൻ എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തല്ലോ. എന്റെ രാജേന്ദ്ര, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. താനൊന്നും പറയണ്ട. സൂചി കയറ്റുന്നിടത്ത് തൂമ്പ കയറ്റുന്ന മോനാ. തനിക്ക് കൊതി തീർന്നിട്ടില്ലല്ലേ? വീണ്ടും വീണ്ടും ഷൂ എന്നടിച്ച് വളക്കിയാണല്ലേ? ഞാൻ കാണിച്ചു തരാടോ. എടീ, നീയൊക്കെയല്ലേടാ കോംപ്ലക്സിൽ ഉണ്ടായിരുന്നോമാര്? ശങ്കർ സാറിന്റെ മോനെ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. ഈ കിഴങ്ങനോട് 1000 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ, കേറല്ലേടാ. ഇപ്പൊ നിനക്ക് ബോധ്യായില്ലടേ രാജേന്ദ്ര. അത് ശരി. അപ്പൊ ഇതായിരുന്നല്ലേ നിന്റെയൊക്കെ പരിപാടി? മാറി നിൽക്കടി. ഡ്യൂട്ടി ഈസ് ഫസ്റ്റ്. ആദ്യം ഞാൻ ഈ വിവരം ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കും. ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞ് നിന്നെയൊക്കെ അഴി എണ്ണീക്കോടാ. വിളിക്കാൻ ആരെന്ന് വെച്ചാ വിളിക്കടാ. സത്യമായിട്ട് നിലവിളിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഫോൺ എടുത്തത്. ഇന്ന് വിളിക്കണ്ട, നാളെ ഞാൻ നിലവിളിച്ചോളാം. പോട്ടെ. പോകാൻ വരട്ടെ. എങ്ങോട്ട്? ഇന്ന് അത്താഴമൊക്കെ കഴിച്ച് നമുക്ക് ഇവിടെ കൂടാം. പോകാൻ സമയമാകുമ്പോ ചേട്ടന്മാര് പറയും. ഓക്കെ? അതെ, ഒന്നും മാറിയെന്നേ. ഇവര് പറയുമ്പോ പോയാ പോരെ? അല്ല, അത് വേണ്ട. അവിടെ ഡ്യൂട്ടിക്കാരില്ല, എനിക്ക് പോയേ പറ്റൂ. അവളിവിടെ നിന്നോട്ടെ. അപ്പൊ അവളി അന്യ നിനക്ക് ഡൗട്ടില്ലേ? എനിക്കെന്തോന്നും ഡൗട്ട് ഇല്ലല്ലേ? ഒന്നുമില്ല. ശരി, ഞാൻ പോട്ടെ. ഇന്ന് രാത്രി മുതല് നിന്റെ ഡ്യൂട്ടി ഇവിടെയാണ്.
മനസ്സിലാണോ? എന്തെങ്കിലും ഒരു ഐഡിയ പറ രാജേന്ദ്ര. അവരെല്ലാരും നല്ല ഉറക്കത്തില. നീ കൊറേ നേരായല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഐഡിയ കിട്ടിയ? എന്തോന്ന് ഐഡിയ? ഞാൻ അത്താഴം കഴിഞ്ഞാൽ മിനിമം 1/2 കിലോമീറ്റർ നടക്കുന്ന പതിവാണ്. പക്ഷെ ഈ റൂമിൽ അതിനുള്ള സ്പേസ് ഇല്ല, അതുകൊണ്ട്. അല്ല രാജേന്ദ്ര, നീ നിന്റെ പോലീസ് ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രം വല്ലതും ആലോചിക്കാന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പാതിരാത്രി 12:30 മണിക്കാണ് തന്ത്രം. ഒരു 8-8:30 മണിക്ക് മുമ്പായിരുന്നെങ്കിൽ ആവശ്യം പോലെ തന്ത്രം ഞാൻ തന്നേനെ. ഇപ്പൊ തന്ത്രം മനയുന്ന ഞരമ്പുകളെല്ലാം ഉറങ്ങിക്കാണും. സാധാരണ മനുഷ്യന്മാര് ഞരമ്പുകൾക്ക് ഒരു 11 മണിയാകുമ്പോഴേ ഉണരും. ഇത് 12 മണി കഴിഞ്ഞാൽ ഉണരൂലല്ലേ? ചേട്ടാ, ഞാനൊരു ഐഡിയ പറയട്ടെ. നിർത്തടി. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോ ഭാര്യ പാതിരാത്രി ഐഡിയ പറയുന്നു. മിണ്ടി പോകരുത്. എന്താ ഐഡിയ? ഹലോ, അതെന്റെ ഭാര്യയാണ്. ഐഡിയ പറയാൻ നിൽക്കുന്നു. ആരും അറിയണ്ട, എന്റെ ഐഡിയ ആയിട്ട് തൽക്കാലം നീ അതങ്ങ് വിളമ്പ്. എങ്ങനെയുണ്ടടി? ഞാനിപ്പൊ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്ക. അതായത് ചേട്ടൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാ, ചേട്ടനെ ഇവിടെ കൊണ്ടാക്കിയത് പോലീസുകാരാണല്ലോ. അതെ. നാളെ ചേട്ടൻ ഡ്യൂട്ടിക്ക് ചെല്ലാതാകുമ്പോ അവരെല്ലാം കൂടെ ഇങ്ങോട്ട് അന്വേഷിച്ചു വരും. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാലോ. ആ പറഞ്ഞത് ബുദ്ധി തന്നെയാ, പക്ഷെ ഞാൻ പോലീസ് അല്ലല്ലോ. അപ്പൊ നീ പോലീസ് അല്ലേ? അല്ല, ഞാൻ വെറും ഹോം ഗാർഡ്. നട്ടുച്ച വെയിലത്ത് റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ വിധിക്കപ്പെട്ട വെറും ഹോം ഗാർഡ്. ഡെയിലി 175 രൂപ സാലറി. ഞാൻ അവിടെ ചെന്നില്ലെങ്കിൽ ആരും എന്നെ തിരക്കേയില്ല. പോടാ. നേരം വെളുക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ച് നമുക്ക് രക്ഷപ്പെടാൻ നോക്കാം. ദേവസിച്ചായ, എനിക്കൊരു ഐഡിയ. എന്താ? എന്താ? കക്കൂസ് എവിടെയാ? എന്തിനാ? നമുക്ക് എല്ലാവർക്കും കൂടെ കക്കൂസിലോട്ട് പോകാം. പോടാ. അതിനല്ലാന്ന്, പിന്നെ രക്ഷപ്പെടാനുള്ള മാർഗം അവിടെ ഉണ്ടെന്നേ. ഇതൊക്കെ ശരിയാവോ? ശരിയാകുമെന്ന്. ഇതുപോലത്തെ ഭിത്തി ഇടിച്ച് തുറന്നിട്ടല്ലേ രാത്രി പല പല വീടുകളിൽ ഞാൻ കയറിയിട്ടുള്ളത്. എന്താ പറഞ്ഞ? ഞാനൊന്നും പറഞ്ഞില്ല, ഇതിങ്ങ് തന്നെ. അതെ, ഇത് വച്ചിട്ട് ഞാൻ ഒരു ഇടി ഇങ്ങനെ ഇടിക്കും. അപ്പോ ആ ടൈമിങ്ങിന് തന്നെ നിങ്ങൾ ചുമച്ചിരിക്കണം. ഇതുപോലെ. അതെന്തിനാ? അതെ, ഇടിക്കുന്ന ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാനാണ് അവർ ചുമക്കുന്ന ശബ്ദം കൊടുക്കുന്നത്. അതിന് തന്നെ. അവരുണർന്നാൽ വന്ന് പറയാ എന്റെ ഭാര്യ അവിടെ നിർത്തിയിട്ടുണ്ട്. ചുമക്കാൻ മറക്കരുത്, ടൈമിംഗ് ആയിരിക്കണം. റെഡി? വെരി ഗുഡ്. ഇതെന്തോ ഇങ്ങനെ ചുമച്ച എനിക്ക് ഇടിക്കാൻ പറ്റൂല. ഇത് ഒറിജിനലാണ്. ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ 2-2.5 മണിക്കൂർ പോവും. ഞാനിപ്പൊ നിർത്തിത്തരാം. ഭാഗ്യം ഇപ്പൊ നിന്നല്ലോ. ഇനി ഞാൻ ഇടിക്കുമ്പോ നിങ്ങൾ മാത്രം ചുമക്കണ്ട. രക്ഷപ്പെടാനുള്ള പുറപ്പാട്. എന്നെ പറ്റി ഒരു ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അവസരം. ഈ എസ്കേപ്പ് വിവരം എത്രയും പെട്ടെന്ന് അവരറിയിക്കണം. കാണിച്ചു തരാട്ടാ. നീ ഇവിടെ എല്ലാവർക്കും രക്ഷപ്പെടണ്ടേ? രാജേട്ടൻ ഇപ്പൊ ഭിത്തി പൊളിക്കും. നമുക്ക് എല്ലാവർക്കും രക്ഷപ്പെടാൻ. ഞാനിപ്പോ തന്നെ രക്ഷപ്പെട്ടിരിക്കുന്നു. എനിക്ക് അവരെ തീവ്രവാദി ഗ്രൂപ്പിൽ ചേരണം. നീ ഒന്ന് വിട്ട് നിങ്ങളെ പിടിച്ചു കൊടുത്താലേ അവരെന്നെ ശബ്ദത്തിൽ ചേർക്കും. ശരത്തണ്ണ, നീ അവിടെ ശരത്തണ്ണ, അയ്യപ്പണ്ണ, ശാമ്പോണ്ണ.
രക്ഷപ്പെട്ടു. ആദ്യം ഞാൻ രക്ഷപ്പെടും, എന്നിട്ട് നിങ്ങളെ ഓരോരുത്തരെയായിട്ട് ഞാൻ രക്ഷപ്പെടുത്തും. എന്നെ തള്ളി പുറത്താക്കും. എവിടെയോ കയറി ഉടക്കി ഇവൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രക്ഷപ്പെടും. പിന്നെ എന്റെ ഭാര്യ അമ്മയും പിന്നെ എന്റെ മക്കള്. അത് കഴിഞ്ഞിട്ട് നീ തർക്കിക്കല്ലേ. എന്റെ പകുതി അകത്താണ്, ബാക്കിയോടെ തള്ളി പുറത്തിട്. അങ്ങോട്ട് പോട്ടെ. വിശ്വാസമില്ലേ? നോക്കിക്ക. ഏകദേശം പുറത്തു വന്നതായിരുന്നു. നിങ്ങൾക്ക് എന്താ ഞങ്ങള് സമ്മതിക്കില്ല. ആ കിഡ്നാപ്പേർക്ക് ഞങ്ങൾ വാക്ക് കൊടുത്തത്. ഇവൻ രക്ഷപ്പെട്ടത് നമ്മൾ രക്ഷപ്പെടുത്തുന്നു. ഒഴിഞ്ഞു മാറുക. അതെ, ഞാൻ പിടിച്ചു വലിച്ച് എനിക്ക് വയ്യാണ്ടായി. ഇനി നിങ്ങൾ പിടിച്ചു വലിക്കുക. താഴോട്ട് പോണ്. അങ്ങനെ ആക്കരുതെന്ന്. ഇങ്ങോട്ട് തള്ളു. ഇപ്പൊ ചൂളം കുത്തിയത് നിനക്ക് മനസ്സിലായില്ലേ? ശരിക്കും എല്ലാരും കൂടെ ഒന്ന് ഉത്സാഹിക്കും. പിടിച്ച് വലിക്കാതെ മൊത്തം തള്ളി പുറത്തിട്. ഇത് ആരിട്ട് വലിക്കുന്നത്? അവരൊന്നും വരൂല. അവരൊക്കെ ഉറക്കമായിരിക്കും. നിങ്ങൾ എന്നെ തള്ളി പുറത്തിട്. ഇതെങ്ങോട്ട് കൊണ്ടുപോണ്? പിടിച്ച് വലിച്ച് ഞാൻ രക്ഷപ്പെടില്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടത് പണമല്ലേ? You need money? I'll give you. എന്റെ ഫോൺ ഇങ്ങ് തരൂ. ഡാഡിയുടെ പേഴ്സണൽ നമ്പർ അതിലുണ്ട്. ഞാൻ സംസാരിക്കാം. I'll talk to him. സർ, ശ്രേയാണ്. ഡാഡി, ഇത് ഞാനാ. മതി. മോളെ ശ്രേയ, മോളെ പറ, മോളെ എവിടുന്നാ വിളിക്കുന്നത്? ജയശങ്കർ, പോലീസിനേക്കാൾ വേഗത്തിൽ നീ ഞങ്ങളെ തേടിയെത്തുന്നറിയാം. ആരാ നീ? എന്താ നിന്റെ ഉദ്ദേശം? തിരക്ക് കൂട്ടല്ലേ? ആരാണെന്നും എന്താണെന്നൊക്കെ പറയാം. നിന്റെ മകളെ നിനക്ക് ജീവനോടെ വേണമെങ്കിൽ 4 കോടി രൂപയുമായി നീ വാ. അതുവരെ നിന്റെ മകൾ സുരക്ഷിതയായിരിക്കും. ഹലോ ഹലോ സ്റ്റീഫ, കമ്മീഷണറിലേക്ക്. സർ, കമ്മീഷണർ ലൈനിലുണ്ട്. മിസ്റ്റർ വർമ്മ. ജയശങ്കർ, നിങ്ങൾ കാശ് കൊടുക്കരുത്. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വിത്തിൻ 24 hours നമ്മൾ അവരെ അറസ്റ്റ് ചെയ്തിരിക്കും. ഞാനിപ്പോ അവരോട് സംസാരിച്ചതേ ഉള്ളൂ. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. എന്റെ മോളെ കിട്ടിയിരിക്കണം. കർത്താവേ, എനിക്ക് തരാനുള്ള കാശിന് പകരം ഈ വീടും പറമ്പും എൻ്റെ പേരിൽ എഴുതി വെക്കാനുള്ള സൽബുദ്ധി ദേവസ്വയ്ക്ക് തോന്നണമേ.
അതെ ഇവിടെ വരുന്നവർക്കൊക്കെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഓക്കെ ആണോ? എന്താന്ന്? ഭക്ഷണം താമസ സൗകര്യം ഉണ്ടോന്ന്? ഇല്ലെങ്കിൽ താൻ കൊടുക്കോ? എന്നാ പോയി തുറന്നോ. ആ ചെല്ല്. കർത്താവേ, കുര്യച്ചൻ. കുര്യാക്കോസാ, കുര്യാക്കോസ്. ആരേ കുര്യാക്കോസ്? പലിശക്കാരനാ. ഞാൻ അയാളുടെ കയ്യിൽ നിന്ന് കുറെ കാശ് കടം വാങ്ങി അതിന്റെ പലിശ വാങ്ങിക്കാൻ വന്നിരിക്കുക. അയാളെ പറഞ്ഞു വിട്. എങ്ങനെയാണ് അയാളെ പറഞ്ഞു വിടൂ? സുഖണ്ട. എന്താടോ കഥോർക്കാൻ ഇത്ര താമസം? കുര്യച്ച, പൈസ ഞാൻ നാളെ ഉച്ചയ്ക്ക് വീട്ടിലേക്ക് എത്തിക്കാം. ഇപ്പൊ താൻ പോയിക്കോ. കയ്യെ പിടിച്ച് സൂചിപ്പിക്കണ്ട. കാര്യം താനൊരു ദരിദ്രവാസിയാണെങ്കിലും തമാശയുടെ കാര്യത്തിൽ താൻ സമ്പന്നൻ. സത്യം പറഞ്ഞ ഞാൻ പലിശ വാങ്ങാൻ വന്നതല്ല. അപ്പൊ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല. താൻ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. തരാനുള്ള 12 ലക്ഷം പലിശ ഉൾപ്പെടെ 13,16,155 രൂപ എനിക്ക് ഇപ്പൊ കിട്ടണം. എന്റെ ദേവസി വാതിലിന് അപ്പുറം ഇപ്പുറം നിന്ന് പണമിടപാടിനെ കുറിച്ച് സംസാരിക്കുന്നത് ശരിയാണ്. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എന്റെ പൊന്നു കുര്യച്ച, നീ ഇപ്പൊ പോ. ഇവിടെ നിന്ന പ്രശ്ന എങ്കിൽ പിന്നെ അകത്തിരുന്ന് പ്രശ്നം ഉണ്ടാക്കാം. ഞാൻ എന്താ ചെയ്യാ? ഞാൻ പറയുന്നത് കേക്ക് കുര്യച്ച. ഇപ്പൊ നീ പോകാം. പക്ഷെ ക്യാഷിന്റെ കാര്യത്തിൽ ഒരു വ്യവസ്ഥയാക്കാതെ പോകുന്ന പ്രശ്നമില്ല. ഒരു പായ അത് ശരി. പണം ചോദിച്ചു വരുന്നവരെ പേടിപ്പിക്കാൻ വേണ്ടി കളിത്തോക്കും കൊടുത്ത് ആളെ ഏർപ്പാടാക്കി വെച്ചിരിക്കല്ലേ? കാണണോടോ, ഇത് കളിത്തോക്കാണോ കളിയല്ലാത്ത തോക്കാണോന്ന്? ഈ പൊട്ടന് വിവരില്ലാണ്ട് ഓരോന്ന് പറയണതാ സാർ. പൊട്ടനാരാണെന്ന് പറയണോ? വെറുതെ ഒരു തമാശ പറഞ്ഞതാണ്. ഞാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ഹാൻഡ്സപ്പെങ്കിലും പറയാമായിരുന്നു. അതാണ് എന്റെ രീതി. മതി മതി മതി. മിസ്റ്റർ ദേവസിംഗ് വരൂ. എന്താ തിരുമേനി? എന്തോ ആരൊക്കെയാടോ ഈ മാന്യന്മാര്? തീവ്രവാദികളാ. എന്നെ കുടുംബത്തെയും ബന്ദിയാക്കി വെച്ചിരിക്കുക. തനിക്കൊരു സൂചന തരാമായിരുന്നില്ലേ? അതിനു മുമ്പ് താങ്കൾ കയറി. എന്താ അവർക്ക് സൂചിപ്പ്? ഒന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ കുശലങ്ങൾ കൈമാറി. ദേവസി, അടുത്ത ആഴ്ച വരുമ്പോൾ ബാക്കി കുശലങ്ങൾ കൈമാറാം. അപ്പൊ ഞാൻ പോട്ടെ. എങ്ങോട്ട്? ഹൗസിലേക്ക്. ഇവിടെ ഒരു ഇൻഹൗസ് പ്രോഗ്രാം നടക്കുക. അത് കഴിഞ്ഞിട്ട് പോയാ മതി. ദേവസി മതി, അത് കഴിഞ്ഞിട്ട് പോയാ മതി. എനിക്ക് വിശ്വാസം പോരാ. അല്ല, അപ്പൊ ഈ കണ്ടതൊക്കെ വെറും നാടകമാണെന്ന തന്റെ വിചാരം? അതേടോ, പണം വാങ്ങാൻ വന്നപ്പോ താൻ ഇതിനു മുമ്പ് പല നാടകങ്ങളും കളിച്ചിട്ടുണ്ട്. ദേവസി, തന്റെ പൊറാട്ട് നാടകം ഈ കുര്യച്ചന്റെ അടുത്ത് വേണ്ട. പൊറാട്ടും ചിക്കൻ കറി എപ്പോ വേണമെങ്കിലും റെഡിയാക്കി തരാം. പോയി ചായ കുടിക്കാം. നമ്മൾ ഒരുപാട് തീവ്രവാദികളെ കണ്ടിരിക്കണ്. പക്ഷെ ഇത് വല്ലാത്തൊരു പാർട്ടിയാ. ഇപ്പൊ തന്നെ കടയിലിരിക്കുന്ന നമ്മളെ വിളിച്ചു വരുത്തിയിട്ടല്ലേ ബന്ധിയാക്കി വെച്ചേ. തന്നോട് ഞാൻ കയറണ്ട എന്നൊരു 1000 പ്രാവശ്യം പറഞ്ഞില്ലേ? അപ്പൊ എല്ലാം കൂടെ താങ്ങാൻ വന്നതല്ലേ? അങ്ങോട്ട് ഫോൺ ചെയ്താൽ എനിക്ക് വരാതിരിക്കാൻ പറ്റുമോ? തന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കയറണ്ടെന്ന്? അപ്പൊ എനിക്ക് കാശ് കിട്ടണ്ടേ? അപ്പൊ തനിക്ക് കാശ് കിട്ടണല്ലേ? വേണം. അപ്പൊ താൻ കാശ് ഇട്ട് പോയാ മതി. അത്രേ ഉള്ളൂ. എന്റെ വണ്ടിയിലിരിക്കുന്നുണ്ട് കാശ്. ഇപ്പൊ തരാട്ടാ. അന്ന് ഇങ്ങനെ എടുത്തേ. തരാം. ദേവസി, എന്താ? താൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്ത്? കടം വാങ്ങിച്ച പണം തൽക്കാലം താൻ എനിക്ക് തരണ്ട. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? അത് ഞാൻ തരും. വേണ്ട, അത് പേടിച്ചിട്ട് താൻ പോയാ മതി. എനിക്ക് വേണ്ട. എന്താന്ന്? താൻ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്നെ മാത്രം ഇവിടുന്ന് പുറത്തുവിടാൻ താൻ ആ തീവ്രവാദി മൂപ്പനോട് ഒന്ന് പറയണം. പറയില്ലേ? തന്നെ മാത്രം പുറത്തു മതി. അത് ഞാൻ പറയാട്ടാ. ഞാൻ ചായ കുടിക്കേ. മധുരം കുറവുണ്ടെങ്കിൽ പറയാ. കൂടുതലാ മധുരം. ശരിയാ. ഉപ്പിടണ. നിങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങളുടെ ഡിമാൻഡ് പറഞ്ഞു കഴിഞ്ഞു. 4 കോടി. അതിലിനി ഒരു വിലപേശലില്ല. ഉടനെ എന്തെങ്കിലും ചെയ്യ, അല്ലെങ്കിൽ അവര് നമ്മുടെ മോളെ. 2000 കോടി ടേൺ ഓവറുള്ള ജെഎസ് ട്രേഡിംഗ് കോർപ്പറേഷന് 4 കോടി അത്ര വലിയ തുകയാണോ? ഇനി അതല്ല, അതിലും ചെറിയ തുകയാണ് നിശ്ചയിച്ചിരിക്കുന്നെങ്കിൽ ഞാൻ ഈ ഫോൺ കളി ഇവിടെ വെച്ചങ്ങ് അവസാനിപ്പിക്കുക. മോളുടെ സുഖഭരണത്തിനായിട്ട് പ്രാർത്ഥിക്കുക. വേണ്ട, പണം ഞാൻ തരാം.
നിങ്ങൾ ആവശ്യപ്പെട്ട 4 കോടി. ഗുഡ്. ക്യാഷ് എപ്പോ എവിടെ എത്തിക്കണമെന്ന് ഞാൻ വിളിച്ചു പറയാം. ഓക്കെ, ബൈ. എന്ന് പറഞ്ഞാൽ എങ്ങനാ? 4 കോടിയും വാങ്ങി അവന്മാരങ്ങ് പൊടിയും തട്ടി പോകുന്നതിന് മുമ്പ് അച്ഛൻ ചെന്ന് നമ്മുടെ ഷെയർ അങ്ങ് ചോദിക്കേ. അതെ, ഈ ഹതഭാഗ്യവതി പറഞ്ഞതാണ് എന്റെ ശരി. അതെ, എന്റെ കാര്യം പോട്ടെ, ആ കിഡ്നാപ്പർമാര് സങ്കേതമാക്കി വെച്ചിരിക്കുന്നത് തന്റെ വീടല്ലേ? ഇവിടെ വെച്ചല്ലേ അവന്മാര് കോടീശ്വരന്മാരായത്. അപ്പോ ന്യായമായും കിട്ടുന്ന തുകയിൽ കുറഞ്ഞത് 25% ഷെയറെങ്കിലും തനിക്ക് അവകാശപ്പെട്ടതാണ്. അതൊക്കെ ശരിയാ. പിന്നെന്താ? പക്ഷേ ഞാൻ പോയി അവരോട് കമ്മീഷനൊക്കെ ചോദിക്കാന്ന് പറഞ്ഞ ഇതിനിപ്പോ MLA-യുടെ MP-യുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ഒന്നും വേണ്ടല്ലോ. നമ്മുടെ അവസ്ഥ അച്ഛൻ അറിയാലോ. ചെറിയൊരു ആശ്വാസവും. എന്നാലും അവന്മാർ അത്ര കുഴപ്പക്കാരൊന്നുമല്ല. ഒന്നുമില്ലെങ്കിൽ എനിക്ക് തരാനുള്ള ശമ്പള കുടിശ്ശെങ്കിലും അങ്ങ് തീർന്നു കിട്ടുമല്ലോ. ആനക്കാര്യത്തിനിടക്കാണ്. പിന്നെ ചെന്നെ ചോദിക്കപ്പാ, ഒരു 10-200 പവൻ വെച്ച് എന്നെ കെട്ടിച്ചയക്കാനുള്ളതല്ലേ? ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കാതെ ചെന്ന് ചോദിക്കച്ചാ. ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കും, കിട്ടും. എന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. തനിക്ക് തന്റെ പഴയ പ്രതാപം തിരിച്ചു പിടിക്കണ്ടേ? മക്കളെ നല്ല നിലയിൽ എത്തിക്കണ്ടേ? കടക്കാർക്ക് കൊടുക്കാനുള്ള കാശ് തിരിച്ചു കൊടുക്കണ്ടേ? എന്റെ കാശ് തിരിച്ചു തരണ്ടേ? ചെല്ലി ചെന്നത് വാങ്ങിച്ച് വിജയശ്രീലാളുകളായിട്ട് തിരിച്ചു വാ. Cheers, huh? Cheers. Bye. എന്റെ ഷെയർ ഒന്നും വേണ്ട, ഒരെണ്ണം അടിച്ചിട്ട് പൊക്കോ. ഇതിന്റെ അല്ല, മറ്റേത് കോടിയുടെ. ആരുടെ കോടി? ആരുടെയും കോടിയല്ല, 4 കോടി ഒക്കെ ഞാൻ അറിഞ്ഞു. അതിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വന്നു, തോക്ക് ചൂണ്ടി ഞങ്ങളെ ഫാമിലിയോടെ ബന്ദികളാക്കി. സത്യത്തില് 2 ദിവസം ഞങ്ങൾ തീ തിന്ന് കഴിയുകയായിരുന്നു. ഞാനൊരു അപേക്ഷയായിട്ട് വന്നതാ. കാര്യം പറ. കിട്ടുന്നതിന്റെ 30% എനിക്ക് കിട്ടണം. നിർബന്ധമില്ല, 20 ആയാലും മതി. 10, 5, 1. ഒന്നും വേണ്ട. ഞാൻ ഈ വഴിക്ക് വന്നപ്പോ കയറിയെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് തിന്നാനല്ല, മോന് വേണ്ടി വേണ്ടല്ലേ? ആ, പണ്ടാറടങ്ങുള്ളൂ വിശ്വാസികൾ. ഷെയർ കിട്ടിയോ? കിട്ടി. വേണ? അവിടെ സോഡയുണ്ടോ? മണ്ണെണ്ണ മതിയോ? മണ്ണെണ്ണ. ഇയാൾക്കെന്താ വല്ല പ്രാന്തായോ? അതെ, ഞാൻ കുറച്ച് അധികാരം കാണിക്കാൻ പോവാണ്. കാര്യമുണ്ട്, അതിലും കൂടെ ഒഴിക്കാം. കാര്യം പറഞ്ഞുതരാം. ഇതെന്താ 2 ഗ്ലാസ്? അത് പറഞ്ഞുതരാം. ഇതെന്റെ ഗ്ലാസ്, ഇത് മരിച്ചുപോയ എന്റെ മൃത്യുജയം മാമന്റെ ഗ്ലാസ്. ഒഴിക്കേ. മരിക്കുന്നത് വരെ ഞാനും മൃത്യുജയം മാമനും ഒരുമിച്ചിരുന്നേ കഴിക്കൂ. മാമൻ ചത്ത് തലയ്ക്ക് മീതെ നിൽക്കാൻ തുടങ്ങിയിട്ട് കൊല്ല 2 ആയെങ്കിലും ആ പതിവ് ഞാൻ തെറ്റിച്ചിട്ടില്ല. നല്ല സോഡയല്ലേ? മാമന് ലേശം കൂടുതൽ ഒഴിച്ചോ, നല്ല കപ്പാസിറ്റി മാമന്. നിർത്തി. ചിയേഴ്സ്. മാമനെ ചിയേഴ്സ് പറഞ്ഞത്. മാമൻ ഇങ്ങനെ ചെറ്റത്രയെ കാണിക്കൂ, വെള്ളം പോലും ഒഴിക്കാതെ ഒരൊറ്റ വലിക്കകത്താക്കും. ഞാനങ്ങനെയല്ല, സിപ്പ് ചെയ്തേ കഴിക്കൂ. എങ്ങനെയുണ്ട്? എന്താണെന്നറിയില്ല, നിങ്ങൾ എല്ലാരും കൂടെ കൈവച്ച് പെരുമാറിയതിൽ പിന്നെ ആകെ ഒരു നടുവേദന. പിന്നെ നിങ്ങളെ 4 പേരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ജയശങ്കർ എന്ന സിംഹത്തിന്റെ മടയിൽ നിന്നല്ലേ ആ സിംഹക്കുഞ്ഞിനെ നിങ്ങൾ പൊക്കിയെടുത്തോണ്ട് വന്നത്? അവന്റെ 4 അല്ല 400 കോടിയാ വാങ്ങാനുള്ളത്. എന്നിട്ട് വിട്ടുകൊടുത്താ മതി ഇവളെ. മനസ്സിലായല്ലോ? അയ്യോ വേണ്ട, ഇത് നിർത്തിയേ. ഒന്നൊഴിച്ചേ. പിന്നെ അടി നിർത്തിയെന്ന് പറഞ്ഞിട്ട്? അയ്യോ, ഞാനേ അടി നിർത്തിയിട്ടുള്ളൂ. മൃത്യുജയമാമ അടി നിർത്തിയിട്ടേ ഇല്ല. പുള്ളിക്ക് നല്ല കപ്പാസിറ്റിയാ. ഒഴിച്ചോളൂ. നിർത്തിയ കാര്യം എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആ ജയശങ്കറിനോട് കാണിച്ചത് വളരെ ശരി.
പക്ഷേ ഈ പാവം പയ്യനോട് കാണിച്ചത് വളരെ മോശമായി പോയി. കേട്ടോടാ? അയ്യോ, ഇത് ഞാനല്ല അടിച്ചത്, മൃത്യുജയ മാമനാണ്. എന്നെ എന്തിനാ അടിച്ചത്? ഇത് നിന്നെ അല്ല, നിന്റെ മൃത്യുഞ്ജയ മാമനെയാണ് അടിച്ചത്. എടാ എലി, ഇവനെ പുറലോം കാണിക്കണ്ടാ. നീ ഇവിടെ നിന്ന് എപ്പ ഇറങ്ങുന്നത് ഞങ്ങൾ തീരുമാനിക്കും, കേട്ടോടാ. മൃത്യുഞ്ജയ മാമനും മരുമാനും കൂടെ കുറച്ചാളെ കുടുംബകാര്യം പറഞ്ഞ ഇതിന്റെ അകത്ത് കിടക്ക്, കേട്ടോ. ഈ മൃത്യുജയ മാമൻ അവന്മാരെ അടിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന? ധൈര്യം ഉണ്ടെങ്കിൽ എനിക്ക് സമയസമയത്തിന് ആഹാരം കൊണ്ട് താടാ, കാണട്ടെ. നിമിയില്ലേ? സോറി, അപ്പച്ചനില്ലേ? ഏതപ്പച്ചൻ? എന്റെ അപ്പച്ചൻ കുര്യാക്കോസ്. നിന്റെ അപ്പച്ചൻ ഇവിടാണോടാ താമസം? അത് പിന്നെ നിമിയുടെ പപ്പയെ കാണണമെന്ന് പറഞ്ഞ് ഇന്നലെ വെളുപ്പിനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. അന്നാ അങ്ങനെ ആരും ഇവിടെ വന്നിട്ടില്ല. ഓക്കോ, ഇവിടെ വരുമ്പോ നിമിയുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം പതിവുള്ളതാ. നിനക്ക് വെള്ളം വേണോ അതോ അപ്പച്ചനെ വേണോ? വെള്ളവും വേണം, അപ്പച്ചനെയും കാണണം. പൊടേ പൊടേ. അപ്പച്ചനിത് എവിടെ പോയി? പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കല്ലേ? നമ്മുടെ കുര്യച്ചന്റെ മോനാണല്ലേ? അപ്പച്ചനും അപ്പച്ചൻ പറഞ്ഞ ഞങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നിമ്മിയില്ലേ? പിന്നെ നിമ്മിയുണ്ട്, അപ്പച്ചനുണ്ട്. ഇതെന്താ? അപ്പച്ചനും മോനും ഇവിടെ കൊച്ചു വർത്താനം പറഞ്ഞു. ഇതാരാ? നീയും ഈ വാരിക്കുഴി വന്ന് പെട്ടോടാ. ഞാൻ അപ്പച്ചനെ കാണാതായപ്പം അപ്പച്ചനെ തപ്പി ഇറങ്ങിയതാ. നിനക്ക് തപ്പാൻ ഇവിടെ കിട്ടിയുള്ള അല്ലേ? അങ്ങനൊന്നുമില്ല അപ്പച്ച. പിന്നെ ആരാ അപ്പച്ച ഈ പാടുന്നേ? അതൊരു ഹോം ഗാർഡുകാരനാണ് മോനെ. പാടിപ്പോ. അമ്മാതിരി പ്രയോഗം അല്ലായിരുന്നു. 2 ദിവസം കഴിഞ്ഞ അപ്പച്ചനും പാടി തുടങ്ങും. അപ്പച്ച, അവരെന്തിനാ അപ്പച്ച എന്നെ ഉപദ്രവിച്ചത്? ഒക്കെ പറയാം, ഇഷ്ടംപോലെ സമയമുണ്ടല്ല. മുതലാളി മുതലാളി ഒറ്റക്ക് രക്ഷപ്പെടാൻ നോക്കണല്ലേ? ജീവിക്കാൻ സമ്മതിക്കൂലല്ലേ? മുതലാളി എന്ത് പണിയാ കാണിക്കുന്നത്? ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയാ പോരെ? പറ്റൂല, മുതലാളി ഒറ്റക്ക് ഞാൻ എങ്ങോട്ടും വിടൂല. ഓടി വരണേ, എന്റെ മുതലാളി രക്ഷപ്പെടാൻ പോണേ. ഞാനിപ്പൊ കണ്ടില്ലായിരുന്നെങ്കിലുണ്ടല്ല, മുതലാളി ഇപ്പൊ നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് പോയാലേ. അല്ലോ, ഇനി നമ്മളെ തല്ലരുത്, നമ്മള് മരിച്ചു പോവും. സത്യമായിട്ട് നിങ്ങളെ പറ്റി പോലീസിൽ വിവരം കൊടുക്കാനൊന്നുമല്ല ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കിയത്. പടച്ചോനാണ് സത്യം. നിങ്ങൾക്കറിയോ, 2 ദിവസം കഴിഞ്ഞാൽ എന്റെ മോളെ കല്യാണ നിശ്ചയാണ്. അത് ശരി, പിടിക്കപ്പെട്ടപ്പോ പുതിയ നമ്പറുമായിട്ട് ഇറങ്ങിയായിരിക്കും അല്ലേ? നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നെ കണ്ടില്ലെങ്കിലും ആരും തെരഞ്ഞു വരാനില്ല. എവിടെങ്കിലും വീണ് മയ്യത്തായി കാണുമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് നമുക്കുള്ളത്. പിന്നെ എൻ്റെ ഓളെ കല്യാണം അതിപ്പോ ഞാനില്ലെങ്കിലും പടച്ചോൻ നടത്തിക്കോളും. Where is my handbag? Cash. Cash അല്ലേ നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ തരാം. വെറുതെ ഈ
പാവങ്ങൾ ഉപദ്രവിക്കണ്ട. സോ ഗിവ് മീ മൈ ബാഗ്. കാര്യം പറയടി. അതിലെന്റെ ചെക്ക് ബുക്ക് ഉണ്ട്. 4 കോടിയല്ലേ വേണ്ടത്? എന്റെ അക്കൗണ്ടിൽ ഇപ്പൊ 50 lakhs കാണും. ബാക്കി ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ ശേഷം തരാം. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഇൻസ്റ്റാൾമെന്റ് പൈസ അടിച്ച് പുറത്തിറങ്ങി തന്നിട്ട് വണ്ടി കച്ചവടം. പ്ലീസ് ബിലീവ് മീ. 4 കോടി രൂപയുണ്ടോ നിന്റെ ലിപ്പ് എടുക്കാൻ? വന്നേ പറയട്ടെ. ചേടാ ഇവനിതെന്ത് പറ്റി? എടാ 50 ലക്ഷം രൂപ അവള് തരാന്ന് പറഞ്ഞല്ലേ, അതും മേടിച്ച് നമുക്ക് രക്ഷപ്പെടാം. ഇതിങ്ങനെ നീണ്ടുപോയാൽ നമ്മൾ പിടിക്കപ്പെടും. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ എടുക്കുന്ന റിസ്ക് നിനക്കറിയാലോ. വാ. 2 അല്ലടാ, കാലങ്ങൾ കുറയായി ഇതുപോലൊരു റിസ്ക് എടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അവനാ, ജയശങ്കർ. BKക്ക് വേണ്ടി മാത്രമല്ല, അയാളോട് ചെയ്തതുപോലെ ജയശങ്കറിന്റെ ചതിയുടെ പട്ടികയിൽപ്പെട്ടു പോയ ഒരാളാ എന്റെ അച്ഛനും. കാലങ്ങളായി ഞാൻ ഈ നഗരത്തെ ചുറ്റിക്കറങ്ങിയത് അയാളെ വകവരുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു. വർഗീസ ചായം വഴി BK അതിനൊരു നിമിത്തമാവുകയായിരുന്നു. ജയശങ്കറിനെ കൊന്ന് പക തീർക്കുകയായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷേ പ്രതികാരം അതൊക്കെ കേൾക്കാൻ ഉശിരി തോന്നുന്ന വെറും പദപ്രയോഗം മാത്രമാണോ? ജയശങ്കറിന്റെ ചോര പകയിൽ നീറിയ നിന്റെ മനസ്സിനെ തണുപ്പിക്കായിരിക്കും. പക്ഷേ അതുകൊണ്ട് നിനക്കെന്ത് നേട്ടം? നിയമത്തിന്റെ കൽമുറിയിൽ തളച്ചിടപ്പെടാനുള്ളതല്ല നിന്റെ ജീവിതം. എന്റെ മനസ്സിൽ നിന്ന് അത്ര പെട്ടെന്ന് മായ്ച്ചു കളയാൻ പറ്റുന്ന മുഖമല്ല ജയശങ്കറിന്റേത്. അറിയാം. ഒരു കൂട്ടു ബിസിനസ്സിൽ ജയശങ്കറിനോടൊപ്പം കൂടിയ നിന്റെ അച്ഛനെ കബളിപ്പിച്ചുകൊണ്ട് ജയശങ്കർ മുങ്ങിപ്പൊങ്ങിയത് കോടീശ്വരനായിട്ടാണെങ്കിൽ, ആത്മാർത്ഥ സുഹൃത്ത് ചതിച്ചതിൽ മനംനൊന്ത് നിന്റെ അച്ഛനും മുങ്ങി അങ്ങ് കൊച്ചിക്കായലിൽ. മീൻ കൊത്തിപ്പറച്ച ശേഖരന്റെ ജഡം കായൽ തീരത്ത് വന്നടിയുമ്പോ കാഴ്ചക്കാരുടെ കൂട്ടത്തിൽ അമ്മയെ വട്ടം ചുറ്റിപ്പിടിച്ച് കരയുന്ന ശരത്തിന്റെ കുഞ്ഞുമുഖം മറന്നുകൊണ്ടല്ല ഞാൻ ഈ പറയുന്നത്. അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവനോട് പ്രതികാരം ചെയ്യാനിറങ്ങിയ മകന്റെ കഥ സിനിമയിലോ മറ്റോ കണ്ട് നമുക്ക് കയ്യടിക്കാം. നിനക്കറിയാലോ, ജയശങ്കറിന്റെ ഉയർച്ച കസ്തിവാരമിടുന്നതിൽ നിന്റെ അച്ഛന്റെ കണ്ണീര് വീണ പണമുണ്ട്. അതിലൊരു വിഹിതം നിന്റെ കൈകളിലെത്തണം. BK കരുണൻ അതിനൊരു നിമിത്തമായെന്ന് മാത്രം. സാറിന് രാവിലെ മിനിസ്റ്ററിനെ വിളിക്കുന്ന പറഞ്ഞില്ലേ? സാർ വിളിച്ചോ? എടോ, അയാളെ വിളിച്ചിട്ട് ഒരു കാര്യമില്ലടോ. ഗൾഫ് നാട് സന്ദർശിക്കാൻ പോയിരിക്കുക. ഇവർക്കൊക്കെ നമ്മുടെ പൈസയോട് മാത്രമേ ഭ്രമമുള്ളൂ, ഒരു നന്ദിയില്ല. വൃത്തികെട്ടവന്മാർ. എനിക്കറിയാം എന്താ വേണ്ടത്. ഹലോ ജയശങ്കർ, നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു സംസാരം ഉണ്ടാവില്ല. പണം തന്നാലും തന്നില്ലെങ്കിലും നാളെ 10 മണിക്ക് ഞാൻ ഒരിക്കൽ കൂടെ വിളിക്കും. പണവുമായി എപ്പോ എവിടെ വരണമെന്ന് ഞാൻ പറയും. പണവുമായി നിങ്ങൾ വന്നാൽ ശേഷം കാലം നിങ്ങളുടെ മകളുടെ കൂടെ നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാം. അല്ലെങ്കിൽ അവളുടെ ശവമായിരിക്കും നിങ്ങൾ കാണുക. ഞാൻ വരാം, എവിടെ വേണമെങ്കിലും ഞാൻ വരാം. എവിടെ വരണമെന്ന് താൻ പറഞ്ഞാൽ മതി. ഇപ്പൊ വേണ്ട, നാളെ 10 മണിക്ക്. ഓക്കെ. വരുമ്പോ തന്റെ ചെക്ക് ബുക്ക് കൂടി കൈ കരുതിക്കോണം. കൊണ്ടുവരാം. അപ്പൊ നാളെ പണവുമായി വരുമ്പോ നേരി കാണാം. ഓക്കെ ഓക്കെ, ബൈ. എവിടെ? നിന്റെ അച്ഛൻ കാശ് കൊടുക്കാന്ന് സമ്മതിച്ചു. നാളെ തന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവും. പിന്നെ ആ ശരത്തുണ്ടല്ലോ, വെറുതെ പറയല്ല, നല്ല കഴിവുള്ള ചെറുപ്പക്കാരൻ. അവൻ ചോദിക്കണ ചോദ്യം കേട്ടാ ഞാനാണെങ്കിലും കാശ് കൊടുക്കും. അപ്പൊ എന്റെ കാശ് തരുമോ? മോന്ത ബുദ്ധി ഒന്നും തന്നിട്ടില്ല. കുഴപ്പമുണ്ടാക്കരുത്. മോളെ, ഒരു കാര്യം, നിന്റെ അച്ഛനെങ്ങാനും കാശ് കൊടുക്കാതെ അവരെ പറ്റിച്ചാൽ ഇവളവരെ കൊല്ലും. എനിക്ക് പേടിയാണ്. ആ പഹന്മാര് പറഞ്ഞതുപോലെ ചെയ്യും. അത് ഉറപ്പാ. അതെ, പ്രശ്നത്തിനൊന്നും പോണ്ട. നമുക്ക് വലുത് നമ്മുടെ മോള. ഞാൻ പറയുന്നത് കേൾക്കൂ ജയശങ്കർ, നമുക്ക് അവരെ പിടിക്കാം. വേണ്ട, എന്റെ മോളുടെ ലൈഫ് വെച്ച് റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറല്ല. അവളെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ആര് വേണമെങ്കിലും കൊല്ലുവോ, തന്നെ എന്ത് വേണം ചെയ്തോ. ക്യാഷ് കൊടുക്കരുത്. എന്റെ മോളെ എനിക്ക് വേണം. പ്ലീസ് ജയശങ്കർ, ഫോളോ മീ.
ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിജയശ്രീ ലാളിതരായി തിരിച്ചു വരും മക്കളെ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഓക്കെ. പോണ്ട ഇവരുടെ കൂടെ എന്ത് ഇയാൾ ഈ കൈമിച്ച് അങ്ങനെ പോയിട്ട് വരാന്ന് പറടാ. ഇത് നമ്മൾ ജയിക്കാൻ വേണ്ടി തുടങ്ങിയ കളിയാ. ജയിക്കുകയും ചെയ്യും. ഇനി ഒരുപക്ഷെ തോറ്റാൽ ഞങ്ങളിൽ ഒരാളെ അവശേഷിക്കും. ഒന്നുകിൽ ജയശങ്കർ അല്ലെങ്കിൽ ഞാൻ. വാ വാ. ഹലോ, താനിപ്പോ എവിടെയുണ്ട്? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എവിടെ വരണമെന്ന് പറ. ആ, വണ്ടി പോട്ടെ, പറയാം. അല്ല, ഹലോ ഹലോ. എന്താ? ഇങ്ങനെ വെടിവെച്ച് വന്നിരുന്നെങ്കിൽ നീ വെടിവെക്കും. കൂളിംഗ് ഗ്ലാസും തൂക്കി ഇരുന്നോളും കിളവന്റെ അപ്പൻ. എവിടെ ഞാൻ വരണ്ടെന്ന് പറയും. വണ്ടി ആ സൈഡിലേക്ക് ഒതുക്കി. ഹലോ, ഞാൻ എന്താ വണ്ടി നിർത്തി. എങ്ങോട്ടാ വരണ്ടേന്ന് പറയും. കമ്മീഷണറും കൂടെ ഉണ്ടല്ലേ? 3-4 ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടു. തനിക്ക് മോളോട് ഒട്ടും സ്നേഹമില്ലല്ലേ? ഹേയ്, നോ, അതെന്റെ സ്റ്റാഫാണ്. പ്ലീസ്. ഓ, എന്നാ ഒരു കാര്യം ചെയ്യും. വണ്ടി സ്റ്റാഫൊക്കെ അവിടെ നിൽക്കണം. പെട്ടിയും എടുത്ത് താരങ്ങ് നടന്നു. എങ്ങോട്ട്? നടക്ക്, പറയാം. ഓക്കെ. എങ്ങോട്ടാ? ലെഫ്റ്റിലേക്ക്. ലെഫ്റ്റ് അല്ലേ? ഓക്കെ. പെട്ടി വേണ്ട. ഇനി എങ്ങോട്ടാ? അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് കണ്ടു. ആ, കണ്ടു. ഒരു ഓട്ടോയിൽ അങ്ങ് കേറിക്കോ. ശരി, ഒരു ഓട്ടം പോണം. നീ ഇതെങ്ങോട്ടാ വരുന്നത്? നീ ഇവിടെ നിന്നാ മതി. വണ്ടി എടുക്കും. ഞാൻ പറയാ, എടുക്ക്. ഇനി അയാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് ആ ലെഫ്റ്റ് സൈഡിലുള്ള ഇട റോഡിലേക്ക് നടക്ക്.
തന്നെ ഗേറ്റിനകത്ത് കയറി. ഇനി ഞാൻ നേരെയാ നടക്കുന്നത്. ആ വെളുത്ത ബിൽഡിങ്ങിനോട് ചേർന്നുള്ള മതിൽ കണ്ടോ? മതിലോ? കണ്ടു. ഇനി ആ പെട്ടി അതിനപ്പുറത്തേക്ക് ഇട്ടിട്ട് ചാടിക്കും. ഇട്ടു. ചാടടോ. ഞാൻ ചാടാനോ? ചാടടോ. ചാടാ. മുന്നോട്ട് നടക്ക്. സ്ഥലം മനസ്സിലായി കാണുമല്ലോ. തനിക്ക് അക്കൗണ്ട് ഉള്ള തന്റെ നിധി സൂക്ഷിക്കുന്ന ഫെഡറൽ ബാങ്ക്. കാം ഡൗൺ. ഇനി കൂടെ വന്നവരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് താൻ മാത്രം അകത്തോട്ട് കയറ്. കൂടെ ആരും ഇല്ലടോ, ഞാൻ മാത്രമേ ഉള്ളൂ. എവിടെ എന്റെ മോളെവിടെ? ഞാൻ പറയുന്ന പോലെ താൻ ചെയ്യേ. 4 കോടി രൂപ തന്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പറയുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മാനേജറോട് പറ. നിനക്ക് നിന്റെ മോളെ ജീവനോടെ കാണണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ ചെയ്യടാ. എനിക്ക് അത്യാവശ്യമായിട്ടൊരു 4 crores ഒരു അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ടെൽ മീ ഡീറ്റെയിൽസ് പറയൂ. എനിക്കൊരു ഷീറ്റ് പേപ്പർ പറയൂ. 003267051827916 ഓക്കെ. ഈ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ ഓക്കെ. ഈ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഈ എമൗണ്ട് ഈ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തേക്കും. ഓക്കെ. ഓക്കെ സർ. ഓക്കെ താങ്ക് യു. വെൽക്കം സർ. എക്സ്ക്യൂസ് മീ, ഇപ്പൊ വന്ന ആ ജയശങ്കർ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തത് ഏത് അക്കൗണ്ടിലേക്കാ? ഫെഡറൽ ബാങ്ക് എറണാകുളം ബൈപ്പാസ് റോഡ് ബ്രാഞ്ചിലേക്കാ. യെസ്, ട്രാൻസ്ഫർഡ്. താങ്ക് യു. ട്രാൻസ്ഫർ. ഗുഡ്. നിനക്ക് നിന്റെ മോളെ ജീവനോടെ കിട്ടിയിരിക്കും. ഫെഡറൽ ബാങ്ക് ബൈപ്പാസ് ബ്രാഞ്ച് ഏരിയ. ഓവർ ഓവർ. Within 20 minutes, നിങ്ങളുടെ മകൾ നിങ്ങളുടെ വീട്ടിലെത്തും. ഓക്കെ? താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഹലോ, ആരാ ഇത്? ഡാഡി, മോളെ ക്യാഷ് കൊടുക്കരുത്. ഐ ഹാവ് എസ്കേപ്ഡ്. ഓഫ്.
കൺട്രോൾ കോബ്ര. ഈ പരുവത്തിലായത് അവൻ ജന്മത്ത് വിചാരിച്ചിട്ടുണ്ടാവില്ല അവന്റെ അണ്ണാക്കിൽ എടുത്ത് കൊടുക്കുന്നു. ഹലോ എടാ നിങ്ങൾ എവിടെയാ? കിട്ടിയടാ, കാശ് നമുക്ക് കിട്ടി. നമ്മള് രക്ഷപ്പെട്ടടാ. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ അവിടെ നിന്നോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ശരി, ഓക്കെ. നിന്ന് മോങ്ങാൻ സത്യം വേണം. കുറച്ചു മാസം മുമ്പ് തൈ കെട്ടി ഒരു ബാങ്ക് ഓഫീസർ വന്ന് എന്റെ അടുത്ത് പറഞ്ഞ് ഒരു അക്കൗണ്ട് തുടങ്ങാൻ. എനിക്കൊന്നും അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ അങ്ങേര് വന്ന് കുറെ പേപ്പർ കൊണ്ടുവന്നിട്ട് അവിടെ ഒപ്പിട്, ഇവിടെ ഒപ്പിട്, ഇവിടെ ഒപ്പിടെന്ന് പറഞ്ഞ് അവര് പറഞ്ഞ പേപ്പറെല്ലാം കൂടെ ഒരു 150 ഒപ്പ് ഞാൻ ഇട്ട് കൊടുത്ത്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്തിനപ്പ ഇത്രയും ഒപ്പ്? അപ്പോഴയാള് പറയാണ് എല്ലാം ചേട്ടന്റെ നല്ലതിന് വേണ്ടിയാണെന്ന്. അത് ഇത്രയും വലിയ പാരയാവൂന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എന്റെ മുതലാളി ഒരു പാവാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഒരു ദുർബല നിമിഷത്ത് ഒപ്പിട്ട് പോയതാണ് സാറേ. എന്റെ കൊലയാണ് സത്യം. എന്നെ കൊണ്ടുപോകല്ലേ സാറേ, ഞാനൊരു പാവം കരിക്ക് വിട്ടുകാരനാണ്. പിന്നെ സാറേ 2 ആഴ്ചക്ക് മുമ്പ് ബാങ്കിൽ നിന്ന് പോസ്റ്റ്മാൻ കൊണ്ടുവന്ന പേപ്പറും സാധനങ്ങളൊക്കെ അവന്മാര് വന്ന് തിരിച്ചു വാങ്ങിച്ചോണ്ട് പോയി. എന്തൊരോ കുഴപ്പമുണ്ട്, ശരിയാക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു. പിന്നെ അവന്മാരെ ഇതുവരെ പെട്ട പാടെ കാണാനില്ല. വണ്ടി എടുക്ക. ഹലോ, കിട്ടിയോ? ഫേക്ക് അക്കൗണ്ട് ആരുടെ? ഓ, വിട്ട് കളയടോ, അരിക്ക് കച്ചവടക്കാരൻ. ഇഡിയറ്റ്. ഞാൻ പറഞ്ഞില്ലേ തരും, നിങ്ങൾ പോന്നോളൂ. കണ്ണാടിപ്പറമ്പിലെ വസ്തു വിൽക്കാനുള്ള എല്ലാം ആയി. ആ വന്നോ? ഓ മടുത്തു കർത്താവേ, പോലീസുകാരെ കൊണ്ടുള്ള ശല്യം തീർന്നപ്പോ ദേ അടുത്തത്. പറഞ്ഞത് വരട്ടെ. എന്താ ഇവിടെ? മിനിസ്റ്റർ ഒന്ന് കാണാൻ വന്നതാ. എന്റെ എന്തെങ്കിലും സഹായം? നോ താങ്ക്സ്. ഓക്കെ.
മാർജിൻ ഫ്രീ ഷോപ്പൊന്നും വേണ്ട, അതിനൊരു വെയിറ്റ് ഇല്ല. അളിയ എന്നാ പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ആയാലോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ജയശങ്കറിന്റെ അടുത്ത കൊട്ടേഷൻ ഇപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാം. ജയശങ്കറിനുള്ള കൊട്ടേഷൻ അടുത്ത സീസണിൽ.